ആദ്യമായി ഈ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുന്നത് ബഹുമാനനായ റിട്ടയർഡ് ADM എം ബാലകൃഷ്ണക്കുറുപ്പ് സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ആദരണീയനായ യോഗാധ്യക്ഷൻ ശ്രീ കോയ മാസ്റ്റർ, വിഷയാവതാരകൻ, സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, സുദീർഘമായ ഒരു വിഷയാവതരണം ഇവിടെ കഴിഞ്ഞു. ഞാൻ അതിലേക്ക് കൂടുതൽ കയറാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ 5 മിനിറ്റാണ് നമുക്ക് അനുവദിച്ചിരിക്കുന്നത്. നമ്മുടെ ശാസ്ത്രത്തിന്റെ പുരോഗതിയും ആ ശാസ്ത്രത്തിന്റെ പുരോഗതി ഇന്ന് സമൂഹത്തിലുണ്ടാക്കുന്ന വിഷയവും ഇതുമായി ഒന്ന് വരച്ചു നോക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്രമേഖലയിൽ ഒരു വ്യക്തിക്കുണ്ടാവുന്ന രോഗങ്ങൾ നിർണ്ണയിക്കാൻ ഇന്ന് ഒരുപാട് ഉപകരണങ്ങളുണ്ട്. ഒരാളുടെ പ്രഷർ പരിശോധിക്കാൻ പ്രഷറിന്റെ മീറ്ററുണ്ട്, അല്ലെങ്കിൽ രക്തത്തിന്റെ ഗ്രൂപ്പ് പരിശോധിക്കാൻ അതിന്റെ യന്ത്രങ്ങളുണ്ട്. ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അനന്തരാവയവങ്ങൾ നോക്കാൻ ECG ഉണ്ട്. എന്നാൽ ഒരു മനുഷ്യന് കുളികൊള്ളുന്ന സ്നേഹം എത്രയുണ്ട് എന്ന് പരിശോധിക്കാൻ ഇന്ന് യന്ത്രമില്ല. അയാൾക്കുള്ള പ്രഷർ എത്രയാണ്, അയാൾക്കുള്ളതായ ടെൻഷൻ എത്രയാണ് എന്ന് പരിശോധിക്കാനുള്ള യന്ത്രങ്ങൾ ഇന്നില്ല. അയാളുടെ കരുണ എത്രയുണ്ട്, സഹാനുഭൂതി എത്രയുണ്ട് എന്ന് പരിശോധിക്കാനുള്ള യന്ത്രങ്ങൾ ഇന്ന് നമുക്ക് ലഭ്യമല്ല. അപ്പോൾ ശാസ്ത്രത്തിന്റെ പുരോഗതി എത്രത്തോളം ഉയരുന്നുണ്ടെങ്കിലും മനുഷ്യന്റെ മാനവികതയെയും മനുഷ്യന്റെ മനുഷ്യത്വത്തിനെയും പരിശോധിക്കുന്നതിനുള്ള യന്ത്ര സാമഗ്രികൾ ശാസ്ത്രം ഇന്നുവരെ കണ്ടെത്തിയിട്ടില്ല. അപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിലുള്ള ഒരു മനുഷ്യനായിത്തീരണമെങ്കിൽ ശാസ്ത്ര പുരോഗതി കൊണ്ട് നമുക്ക് നിർണ്ണയിക്കുന്നതിന്റെ അപ്പുറത്തുള്ള ഒരുപാട് വ്യക്തിഗുണങ്ങൾ നമുക്ക് നേടിയെടുക്കേണ്ടിയിരിക്കുന്നു. ഇത്തരം വ്യക്തിഗുണങ്ങൾ നേടിയെടുക്കുന്നതിൽ ശാസ്ത്രത്തിന് ഇന്നും അതിന്റെ ശൈശവാസ പോലും കടന്നു പോകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ ഇതിന് ഇന്ന് ഇത്തരത്തിലുള്ള മാനവികത, അല്ലെങ്കിൽ മനുഷ്യത്വം, അല്ലെങ്കിൽ സ്നേഹം, അല്ലെങ്കിൽ കരുണ എന്നിവ വളർത്തിയെടുക്കുന്നതിനും അത് എത്രത്തോളം ഊട്ടി ഉണർത്തുന്നതിനും പറ്റിയ മേഖല എന്താണ് എന്ന് നമ്മൾ വിലയിരുത്തുമ്പോഴാണ് ദൈവവിശ്വാസത്തിന്റെ പ്രസക്തി ഇന്ന് നമ്മളിവിടെ കാണുന്നത്. ശാസ്ത്രം എത്രത്തോളം പുരോഗമിച്ചെങ്കിൽ പോലും ഒരു മനുഷ്യന്റെ മാനവികത വളർത്തിയെടുക്കുന്നതിൽ ഇന്നും ദൈവവിശ്വാസങ്ങളും മതങ്ങളുമാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് എന്ന് നമുക്ക് ഓരോരുത്തരുടെ അനുഭവത്തിലൂടെ അറിയാൻ പറ്റും. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏറ്റവും അധികം ബഹുമാനിക്കപ്പെടുന്നത് അതിലുള്ള കരുണയെ പറ്റിയാണ്. ഇസ്ലാം മതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ ഏറ്റവും അധികം ബഹുമാനിക്കപ്പെടുകയും ഏറ്റവും അധികം ആദരിക്കപ്പെടുകയും ഏറ്റവും അധികം എന്റെ ജീവിതത്തിൽ തന്നെ ഞാൻ വളരെ ചിന്തിക്കപ്പെടുന്ന കാര്യം അതിലെ കരുണയാണ്. എന്താണ് ഇസ്ലാമിലെ കരുണ? നേരത്തെ ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, ഭക്ഷണം കഴിക്കേണ്ട ആൾക്കാരെ സംബന്ധിച്ചും ഭക്ഷണം കൊടുക്കാതെ നാം ഭക്ഷണം കഴിക്കുന്നത് പുണ്യമല്ല എന്ന് പ്രവാചകൻ സൂചിപ്പിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ വൃക്ഷജലാദികൾക്കും മൃഗങ്ങൾക്ക് പോലും ഭക്ഷണം ഉറപ്പുവരുത്തണമെന്ന് പ്രവാചകന്റെ പ്രഭാഷണങ്ങളിൽ നിന്ന് നമുക്ക് കാണുകയുണ്ടായി. അപ്പൊ കാരുണ്യമാണ്, ഭൂതതയാണ് ഒരു വ്യക്തിത്വത്തിന്റെ ഏറ്റവും വലിയ ഉടമ എന്ന് ഇസ്ലാമിന്റെ പ്രവാചകന്റെ ചര്യകളിൽ നിന്നും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ നിന്നും അദ്ദേഹത്തിന്റെ പ്രബോധനങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇനി നമ്മൾ തൊട്ടടുത്ത് ക്രിസ്തുവിലേക്ക് പോവാം. നീ നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. അതിൽ എത്രയാണ് ഞാൻ ആരാണോ അതേമാതിരി തന്നെ എന്റെ അയൽക്കാരനെ തിരിച്ചറിയുവാൻ ഉള്ള ഒരു തിരിച്ചറിവിൽ ഒരു പ്രബോധനമാണ് ക്രിസ്തുമതത്തിലൂടെ തരുന്നത്. തൊട്ടടുത്ത് ഹിന്ദുമതത്തിലേക്ക് ലോക സമസ്തോ സുഖിനോ ഭവന്തു. അപ്പൊ ഇത് മൂന്നും കൂട്ടി യോജിപ്പിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യഥാർത്ഥമുള്ള ഒരു ദൈവവിശ്വാസിയാണെങ്കിൽ എന്റെ അമ്മയ്ക്ക് വരുന്ന രോഗവും കോയമാഷയുടെ ഉമ്മയ്ക്ക് വരുന്ന രോഗവും നമ്മുടെ സിസ്റ്ററുടെ അമ്മയ്ക്ക് വരുന്ന രോഗവും അവർക്ക് വരുന്ന അത്യാഹിതവും ഒന്നാണ് എന്നുള്ള ഒരു തിരിച്ചറിവിൽ നിന്ന് അപ്പുറത്തേക്ക് നമുക്ക് പോകാൻ കഴിയും. അപ്പൊ യഥാർത്ഥത്തിൽ മതത്തിന്റെ കുഴപ്പമാണോ, ദൈവവിശ്വാസത്തിന്റെ കുഴപ്പമാണോ, അല്ലെങ്കിൽ ആ തത്വത്തിന്റെ കുഴപ്പമാണോ? ഇത് കൈകാര്യം ചെയ്യുന്ന നമ്മുടെ കുഴപ്പമാണ് ഈ ചെയ്യുന്നത്. ഇതോടൊപ്പം തന്നെ ഇതിന്റെ പ്രവർത്തനത്തിനെ സംബന്ധിച്ചുള്ള നമുക്ക് നോക്കാം. ഇന്ന് നമ്മുടെ സമൂഹത്തിലെ ഈ മത സംഘടനകള്, മത പ്രവർത്തകരായ ആൾക്കാർ ഒരുപാട് സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ സാമൂഹ്യ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ ഇതിലും ഒരുപാട് പോരായ്മകളില്ലേ എന്നുള്ളതാണ് ഞാൻ സംശയിക്കുന്നത്. ഇന്ന് ഈ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ആതുര ശുശ്രൂഷ, എന്തുകൊണ്ടാണ് ഞാനിത് എത്തിപ്പെടാൻ കാരണം, ഈ മേഖലയിലെ കേരളത്തിലെ ഏറ്റവും നല്ല യത്തീംഖാനകൾ, ആതുര സേവന നടത്തുന്ന മുസ്ലിം സംഘടനകൾ, ക്രിസ്ത്യൻ മിഷണറിമാർ കേരളത്തിൽ വന്നപ്പോൾ അല്ലെങ്കിൽ ഇന്ത്യയിൽ വന്നപ്പോൾ അവർ ആദ്യമായി ചെയ്തിരിക്കുന്നത് പള്ളി ഉണ്ടാക്കുകയും പള്ളിക്കൂടം ഉണ്ടാക്കുകയും ആശുപത്രികൾ ഉണ്ടാക്കുകയും ചെയ്യുകയാണ്. ആതുര ശുശ്രൂഷയാണ് സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നീ നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുന്ന, തനിക്ക് വന്നിരിക്കുന്ന രോഗങ്ങൾ, തന്റെ സമൂഹത്തിൽ വന്നിരിക്കുന്ന രോഗങ്ങൾ മാറ്റുന്നതിന് ആദ്യമായി വിദ്യാഭ്യാസം ഉണ്ടായിരിക്കണം, ആശുപത്രികൾ ഉണ്ടാവണം. ക്രിസ്ത്യൻ മിഷണറിമാരുടെ ഏറ്റവും നല്ല പ്രവർത്തനമാണ് ഇന്ന് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രത്യേകമായി ഇന്നുള്ള നേട്ടങ്ങൾക്ക് ഒരു പ്രധാനമായ ശിലാസ്ഥാപനം നൽകിയിരിക്കുന്ന അവരാണ്. അതേമാതിരി തന്നെ കേരളത്തിലെ അനാഥാലയ മേഖലകളിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ല പ്രവർത്തനം നൽകുന്നത് മുസ്ലിം അനാഥാലയങ്ങളാണ്. ആശുപത്രികളുടെ മേഖലത്തിൽ നോക്കുകയാണെങ്കിൽ, ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല നിലയിൽ പ്രവർത്തിക്കുന്നത് ക്രിസ്ത്യൻ സ്ഥാപനങ്ങളും ഹൈന്ദവ സ്ഥാപനങ്ങളുമാണ്. കാരണം നമുക്ക് ക്രിസ്ത്യൻ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ നമുക്ക് കാണാം. ഇന്നത്തെ
ആഗോളവൽക്കരണം ഉദാരവൽക്കരണം വരുന്നതിന് മുമ്പത്തെ കാര്യമാണ് ഞാൻ പറയും. ഇന്നിപ്പോൾ എല്ലാം വ്യാവസായികമായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിന് മുമ്പുണ്ടായിരുന്ന ക്രിസ്ത്യൻ മെഡിക്കൽ മിഷൻ, കോലഞ്ചേരി മെഡിക്കൽ മിഷൻ, അങ്ങനെ വയനാടിന്റെ പല പ്രദേശങ്ങളിലും തന്നെ ആദിവാസികളുടെ ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്ന ക്രൈസ്തവ മിഷണറി ഹോസ്പിറ്റലുകളും ഹൈന്ദവ മിഷണറി ഹോസ്പിറ്റലുകളെയും നമുക്ക് കാണാൻ പറ്റും. അപ്പൊ സമൂഹത്തിലുള്ള എല്ലാ മനുഷ്യരെയും ഒന്നായി കണ്ടുകൊണ്ട് ആ ചികിത്സയ്ക്ക് ജാതിക്കോ മതത്തിനോ ഒന്നും പ്രസക്തി ഉണ്ടായിരുന്നില്ല. എല്ലാ മനുഷ്യനും ചികിത്സ കിട്ടുന്ന ഒരു സംവിധാനമായിരുന്നു ഈ തരത്തിലുള്ള സംഘടനകളൊക്കെ നടത്തിയിരുന്നു. ഈ തരത്തിലുള്ള കൂട്ടായ്മയ്ക്കും സാമൂഹ്യ പ്രവർത്തനത്തിനും എല്ലാവരെയും തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള പ്രവർത്തനത്തിന് നമ്മൾ മുന്നോട്ട് വരണമെന്നും മതപ്രചാരണത്തിന്റെ ഭാഗത്തിനപ്പുറത്ത് മനുഷ്യനെ കാണാനും മനുഷ്യനെ സ്നേഹിക്കാനും മനുഷ്യന് വേണ്ടി സേവനങ്ങൾ ചെയ്യാനുമുള്ള ഒരു പ്രവർത്തനം, ഒരു ചിന്താഗതി എല്ലാവരും വളർത്തിയെടുക്കാനും ഉദവുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. ഇനി ഈ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുന്നത് KP സുകുമാരൻ നായർ, BJPയുടെ മുൻ ജില്ലാ സെക്രട്ടറിയും ഇപ്പോൾ കൊണ്ടോട്ടി മണ്ഡലം വൈസ് പ്രസിഡന്റുമായ ഞങ്ങളെല്ലാവരും സ്നേഹപൂർവ്വം ഉണ്ണിയേട്ടൻ എന്ന് വിളിക്കുന്ന സുകുമാരൻ നായർ അവരുകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ആദരണീയനായ അധ്യക്ഷൻ, മാന്യ വിഷയാവതാരകൻ, എന്റെ സഹോദരീ സഹോദരന്മാരെ, നിങ്ങൾക്കെന്റെ വിനീതമായ നമസ്കാരം. എല്ലാ പ്രവാചകന്മാരാകട്ടെ, മറ്റ് മതത്തിന്റെ ആചാര്യന്മാരാകട്ടെ, അവരെല്ലാവരും തന്നെ ആഗ്രഹിച്ചത് ഇതുപോലുള്ള ഒരു വേദിക്കാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിസ്കാരത്തയമ്പും ചന്ദനക്കുറിയും കുരിശും ഒരുമിച്ച് തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന ഒരവസ്ഥ, ഒന്ന് മറ്റൊന്നിനേക്കാൾ വലുതല്ല, എല്ലാം തുല്യമാണ്, എല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കപ്പെട്ടതാണ്. ഒരു 20 വർഷമായിട്ട് നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്ന ആരാധനാലയങ്ങൾ, അതുപോലെ തന്നെ മതപ്രബോധനങ്ങൾ, പ്രഭാഷണങ്ങൾ, ആചാരാനുഷ്ഠാനങ്ങൾ ഓരോ ദിവസവും ഇങ്ങനെ വർദ്ധിച്ച് വരികയാണ്. പക്ഷെ ഇത്തരം അധികം പ്രബോധനങ്ങളും പ്രഭാഷണങ്ങളും എല്ലാം ഉണ്ടായിട്ടും മനുഷ്യന് മനഃശാന്തി എന്നൊന്നില്ല. എത്രമാത്രം സമ്പാദിച്ചു കൂട്ടിയ ഒരാളാണെങ്കിലും, നമ്മുടെ ദൃഷ്ടിയിൽ എല്ലാ സുഖലോലുപത ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളായാലും, എല്ലാ ആരാധനാലയങ്ങളിൽ പോയി പ്രാർത്ഥന നടത്തുന്ന ഒരാളായാലും, അയാൾ ഉള്ളു തുറന്ന് ചിലപ്പോൾ പറയും, എൻ്റെ മനസ്സിനൊരു സുഖമില്ല എന്ന്. എന്താണ് ഈ മനസ്സ്? എൻ്റെ അഭിപ്രായത്തിൽ ഈ മനസ്സ് തന്നെയാണ് ദൈവം എന്നുള്ളതാണ്. ചില ആളുകൾ മനസ്സിന് സുഖമില്ല എന്ന് പറഞ്ഞ് നെഞ്ഞത്ത് കൈവയ്ക്കും. ചിലവർ മനസ്സിന് സുഖമില്ല എന്ന് പറഞ്ഞ് രണ്ട് തലയ്ക്ക് ഇങ്ങനെ കൈവയ്ക്കും, തലവേദന എടുക്കുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ മനസ്സ് നെഞ്ഞത്താണോ തലയിലാണോ എന്നുള്ളതറിയില്ല. ഏതായാലും മനസ്സ് എന്ന ഒരവസ്ഥ വിശേഷമുണ്ട് എന്നെല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. ഈ നബി തിരുമേനിയാകട്ടെ, ക്രിസ്തുദേവനാകട്ടെ, ശ്രീരാമനാകട്ടെ, ശ്രീകൃഷ്ണനാവട്ടെ, ഇവരൊക്കെ തന്നെ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ, പ്രവർത്തിച്ച് കാണിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ മനുഷ്യന്റെ ഈ മനസ്സിന്റെ ഒരു സുഖത്തിന് വേണ്ടിയിട്ടല്ലേ. ഇവിടെ സ്വർഗം, നരകം, പുനർജന്മം എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു കമ്പ്യൂട്ടറിൽ, ആ കമ്പ്യൂട്ടറിൽ എന്തെല്ലാം പ്രവർത്തനം ചെയ്തു എന്ന് കാണിക്കുന്നതിൽ ഒരു ഡിസ്ക് ഉണ്ടെന്നാണ് പറയുന്നത്. എനിക്ക് കമ്പ്യൂട്ടറിനെ പറ്റി കൂടുതൽ അറിയില്ല. എന്തെല്ലാം പ്രവൃത്തി ചെയ്തിട്ടുണ്ട് എന്ന് ആ ഡിസ്കിൽ കാണിച്ചു വച്ചിരിക്കും. അതുപോലെ ഒരു മനുഷ്യൻ എന്തെല്ലാം നുണകൾ പറഞ്ഞിട്ടുണ്ട്, എന്തെല്ലാം തെറ്റായ മാർഗത്തിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട്, ഏതെല്ലാം മാർഗത്തിലൂടെ അവിഹിതമായി സമ്പാദിച്ചിട്ടുണ്ട്, ഇതൊക്കെ തന്നെ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ഒരു കേന്ദ്രമാണ് മനസ്സ്. ഈ മനസ്സിനെ വായിച്ചറിയാൻ കഴിവുള്ള ഏക ഒരു ശക്തി ദൈവമാണ്. ആ ദൈവം അത് വായിച്ചറിയുന്നതിനനുസരിച്ചാണ് അദ്ദേഹത്തിനുണ്ടാവുന്ന കഷ്ടപ്പാടുകളും, നരകം കിട്ടുന്നതും സ്വർഗം കിട്ടുന്നതും, പിന്നെ പട്ടിയോ പൂച്ചയോ നായയോ അല്ലെങ്കിൽ വേറെ വല്ല മൃഗങ്ങളായിട്ടോ അല്ലെങ്കിൽ മനുഷ്യനായിട്ടോ തന്റെ പുനർജന്മത്തിൽ വരുന്നതും ഈ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് എന്ന് വിശ്വസിക്കുന്നു.
വാസ്തവത്തിൽ ഇന്ന് മനുഷ്യന്റെ സ്ഥിതി കണ്ടമാനം സമ്പാദിച്ചു കൂട്ടണം, അതാണ് സുഖത്തിനുള്ള മാർഗം എന്നൊരവസ്ഥ വിശേഷം വന്നിരിക്കുകയാണ്. ഇങ്ങനെ സമ്പാദിച്ചു കൂട്ടാനുള്ള ഒരു മാർഗമായിട്ട് ഇന്ന് മതത്തെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ഇന്ന് മതത്തിന്റെ പേരിൽ, ദൈവത്തിന്റെ പേരിൽ എത്ര രക്തം ചിന്താനും നാം തയ്യാറാണ്. നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാർ ഇന്ന് അതിന് മുൻപന്തിയിലാണ്. എന്നാൽ മെഡിക്കൽ കോളേജിൽ രോഗിയായിട്ടുള്ളൊരു കുട്ടിക്ക് ഒരു ലേശം രക്തം വേണമെന്ന് പറഞ്ഞാൽ അതിനൊരു തുള്ളി രക്തം നൽകാൻ ഇവിടെ ഒരാളുമില്ല എന്നുള്ളൊരവസ്ഥയാണ്. നാം ദൈവത്തെക്കുറിച്ച് പറയുന്നു, സ്വർഗത്തെക്കുറിച്ച് പറയുന്നു, നമ്മുടെ പ്രവർത്തനം സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ എല്ലാ മതങ്ങളും അതിനു വേണ്ടിയിട്ടാണ് ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ സത്യം വളരെ അകലത്തിലാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് യഥാർത്ഥമായ മത തത്വങ്ങൾ മനസ്സിലാക്കി, അതൊരു മതത്തിൻ്റെ അല്ല, എല്ലാ മതങ്ങളുടെയും എല്ലാ ആചാര്യന്മാരുടെയും പ്രബോധനങ്ങളും അവരുടെ ജീവിത രീതികളും പഠിച്ച് മനസ്സിലാക്കി അത് പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ ഇന്നുണ്ടാകും എല്ലാവർക്കും മനഃശാന്തി ഉണ്ടാകും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇന്ന് ഇവിടെ സമ്മേളിച്ചതുപോലെ ഞാൻ പറഞ്ഞതുമാതിരി ചന്ദനക്കുറിയും നിസ്കാരത്തയമ്പും കുരിശും ഒരുമിച്ച് എന്ന് ഋണ്ണുന്തോ വിശ്വമാര്യം ലോകസമസ്ത സുഖിനോ ഭവന്തു എന്ന ആ അവസ്ഥയിലേക്ക് ഉയർന്നു വരാൻ എല്ലാവർക്കും സാധ്യമാകട്ടെ. സന്തോഷപൂർവ്വം ഇതിനവസരം തന്ന സംഘാടകരോട് ഒരിക്കൽ കൂടി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏവർക്കും എന്റെ വിനീതമായ നമസ്കാരം. ഇനി ചർച്ചയിൽ പങ്കെടുക്കുന്നത് BM ഹോസ്പിറ്റലിലെ സിസ്റ്ററായ സിസ്റ്റർ അമ്മിണി തോമസ്. അതിനായി അവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാന്യ അധ്യക്ഷ അവർക്കും ബഹുമാനപ്പെട്ട ഗുരുജനങ്ങളെ, സ്നേഹം നിറഞ്ഞ സഹോദരീ സഹോദരങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനയം നിറഞ്ഞ കൂപ്പുകൈ. ഈ പുണ്യസുദിനത്തിൽ ഇവിടെ വന്ന നിങ്ങളെ എല്ലാവരും ഒരുമിച്ച് കാണുവാനും ഇതിൽ പങ്കുചേരുവാനുള്ള അനുഗ്രഹം തന്ന സർവശക്തനായ റബ്ബിന് ആദ്യമായി തന്നെ ഞാൻ നമിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. റസൂലിനെ പറ്റി ഒരു ചെറിയ പദ്യം ഞാൻ പഠിച്ചിട്ടുണ്ട്, അത് ഇവിടെ പാടാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അല്ലാഹു ദുനിയാവിലേക്കു നിയോഗിച്ച അഖില ലോക ജനതയ്ക്കും നേതാവായി കൽപ്പിച്ച അബ്ദുള്ള എന്നോർക്കും ആമിന ബീവിക്കും ആറ്റലാൽ പിറന്ന നബി, പിന്നീലേറ്റം ഉയർന്ന നബി, പിന്നീലേറ്റം ഉയർന്ന നബി. പിന്നിലാകെയൊട്ടേറെ കഥകൾ നടന്നു, പറ്റിപ്പോയി താടാകജലം അന്ന്, കത്തിക്കരിഞ്ഞ മരം കനിയാൽ ചമഞ്ഞ പൂത്തിരിയാൽ പേർഷേലെ ദീപം പൊലിഞ്ഞു, പൂത്തിരിയാൽ പേർഷേലെ ദീപം പൊലിഞ്ഞു. പുരോലിങ്ങൾ വന്നു താരാട്ടിടുന്നു, സുന്ദരിമാർ വന്നു മുൻപിലണയുന്നു. പുരോലിങ്ങൾ വന്നു താരാട്ടിടുന്നു, സുന്ദരിമാർ വന്നു മുൻപിലണയുന്നു. മക്കാഭഗതിന്റെ ഇടയിലേക്ക് ചെന്നു, ഒക്കെയുടെ ചൊരു റസൂലായിട്ടെന്ന്. മക്കാഭഗതിന്റെ ഇടയിലേക്ക് ചെന്നു, ഒക്കെയുടെ ചൊരു റസൂലായിട്ടെന്ന്. അബൂജഹൽ പാർട്ടി ഉടനെ വാളു നീട്ടി, ഉഹദ് ബദർ കൂട്ടി അല്ലാഹ് പകരം വീട്ടി. അബൂജഹൽ പാർട്ടി ഉടനെ വാളു നീട്ടി, ഉഹദ് ബദർ കൂട്ടി അല്ലാഹ് പകരം വീട്ടി, അല്ലാഹ് പകരം വീട്ടി. ഇതുപോലുള്ള കൂടിക്കാഴ്ചയിൽ വീണ്ടും നിങ്ങളെ എല്ലാവരെയും കണ്ടുമുട്ടുന്നതിനുള്ള അനുഗ്രഹം സർവശക്തനും കരുണാമയനുമായ അള്ളാഹു എനിക്ക് തരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ധർമ്മദാസൻ, കോഹിനൂറിലാണ് താമസം. ഒരുപാട് മതപ്രഭാഷണങ്ങൾ ഇത്ര പരസ്യമല്ല എന്നൊന്ന് കേൾക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. പക്ഷേ ശ്രീ GK പറഞ്ഞ പോലെ ഞാൻ മതവിശ്വാസിയല്ല ദൈവവിശ്വാസിയാണെന്ന് പറയുന്ന ആദ്യത്തെ
ഇസ്ലാമിക് പ്രഭാഷകനെയാണ് ഞാൻ കാണുന്നത്. ഇറ്റ്സ് എ ഗ്രേറ്റ് ടീം. സോ കൺഗ്രാറ്റുലേഷൻസ് മിസ്റ്റർ GK. 3 വ്യത്യസ്ത വിഭാഗങ്ങളുടെ ഇടയിലാണ് ഞാൻ താമസിക്കുന്നത്. പ്രധാനപ്പെട്ട 3, ഒരു ഇസ്ലാം പള്ളി, 2 ക്രിസ്ത്യൻ പള്ളി, ഒരു ഗണപതി അമ്പലം. ഇത് 3ന്റെ ഇടയിൽ കൂടെ ദിവസേന രാവിലെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ആളാണ് ഞാൻ താങ്കളെ പോലെ പൂർണ്ണമായും മതവിശ്വാസിയല്ല. ക്രിസ്ത്യൻ പള്ളിയുടെ മുന്നിൽ പ്രാർത്ഥന നടക്കുമ്പോൾ ഓ ജീസസ് എന്നും, നിങ്ങളുടെ രാവിലെ 5:30 5:15 നടക്കുന്ന രാവിലെയുള്ള ഈ ബാങ്കുടി വെക്കുമ്പോൾ ഏ അള്ള എന്നും പറയാൻ മനസ്സിൽ തോന്നുന്ന ആളാണ്. അപ്പം ദാറ്റ്സ് എ ഗ്രേറ്റ് തിങ് ഞാൻ വിചാരിക്കുന്നത്. വിവിധ മതങ്ങളെ ബഹുമാനിക്കാനും വിവിധ മതങ്ങൾക്ക് അതിൻ്റെതായ മാന്യത കൽപ്പിക്കാനും സാധിക്കണം. പക്ഷേ കൻ യു കീപ്പ് അപ്പ് ഇറ്റ്? രവീന്ദ്രൻ, പുത്തൂർപള്ളിക്കൽ. നമ്മൾ ഇന്നത്തെ പ്രഭാഷണത്തിൽ നമുക്ക് വ്യക്തമാകുന്നത്, നമ്മുടെ GK എടത്തനാട്ടുകര നമ്മളോട് സൂചിപ്പിച്ചു, നമ്മൾ സംസ്കരിച്ചെടുത്ത പരിശുദ്ധമായ ഒരു മനസ്സിന്റെ ഉടമയായി കഴിഞ്ഞാൽ, നമ്മളിൽ കറകളഞ്ഞ വിശ്വാസം ഉടലെടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ മതങ്ങളെയും തുല്യ രീതിയിൽ കാണാൻ കഴിയും എന്നാണ് അദ്ദേഹം. അങ്ങനെ കഴിയണ്ടേ എന്നാണ് ചോദ്യം. പക്ഷേ ഈ പറയുന്ന നമ്മളോട് ഇത്ര നേരം സംസാരിച്ച ആ വ്യക്തിക്ക് പോലും തന്റെ മതത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് മറ്റു മതങ്ങളെ തുല്യ രീതിയിൽ കാണാൻ സാധിക്കുമോ എന്നാണ് എന്റെ ആദ്യത്തെ ചോദ്യം. യഥാർത്ഥത്തിൽ എല്ലാ മതങ്ങളെയും തുല്യമായി കാണുക എന്നത് യഥാർത്ഥത്തിൽ ഒരു പ്രയാസവുമുള്ള സംഗതിയല്ല. അങ്ങനെ തന്നെയാണ് വേണ്ടതും. എല്ലാ മതങ്ങളെയും മതം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് മനുഷ്യന്റെ വിശ്വാസവും അവന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒന്നാണ്. അതിനെയാണ് മതം എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. അങ്ങനെയാണ് സാധാരണഗതിയിൽ നമ്മൾ അതിനെ വിവക്ഷിക്കാറുള്ളത്. ആ അർത്ഥത്തിൽ എല്ലാ മതങ്ങളെയും തുല്യമായി തന്നെയാണ് നമ്മൾ കാണേണ്ടത്. പക്ഷെ ഞാനിവിടെ വിഷയം അവതരിപ്പിച്ചതും കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചതൊന്നും ഒരു മതത്തിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് അല്ല എന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു മതത്തിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടല്ല ഈ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അതിനു പകരം എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ച അടിസ്ഥാനപരമായ ഒരു സത്യമുണ്ട്. ആ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് അത് യഥാർത്ഥത്തിൽ മതങ്ങൾ പ്രതിനിധീകരിക്കുന്നതല്ല. കാരണം മതങ്ങളിൽ വൈവിധ്യങ്ങളുമുണ്ട്. പക്ഷെ വൈരുദ്ധ്യങ്ങൾ ധാരാളം നിലനിൽക്കുന്നുണ്ട്. ആ അർത്ഥത്തിൽ പ്രവാചകന്മാരൊന്നും മനുഷ്യ സമൂഹത്തിൽ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. മാത്രമല്ല, പ്രവാചകന്മാർ മനുഷ്യ സമൂഹത്തിൽ വന്ന് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു, മതം പറയാനല്ല അവർ വന്നിരുന്നത്. അതിനു പകരം മനുഷ്യന് ജീവിതം പഠിപ്പിക്കാൻ വേണ്ടിയാണ്. അതെല്ലാവരും പറഞ്ഞതും ഒരുപോലെ ആയിരുന്നു. പക്ഷെ അതേ സമയത്ത് അവരുടെ ഇടപെടലുകളുടെ രീതി സമൂഹത്തിന്റെ അവസ്ഥയ്ക്കനുസരിച്ച് മാറി മാറി വന്നിട്ടുണ്ട്. അതിനിപ്പോ ഖുർആൻ ഏതാണ്ട് 25ഓളം പ്രവാചകന്മാരുടെ പേരെടുത്ത് പറയുകയും അവർ ചെയ്ത പണികൾ പറയുകയും ചെയ്യുന്നുണ്ട്. അതിങ്ങനെ നോക്കിയാൽ നമുക്ക് തോന്നിപ്പോവും ഈ പ്രവാചകന്മാരൊക്കെ പറഞ്ഞത് പല പല കാര്യങ്ങളാണല്ലോ, ഒന്നും സാമ്യം കാണാൻ കഴിയുന്നില്ല. പക്ഷെ അവർ ചില അടിസ്ഥാനങ്ങളിൽ നിന്നുകൊണ്ട് പല പല കാര്യം പറഞ്ഞു. അത് ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഉദാഹരണത്തിന് പറയുകയാണ്, ഖുർആനിൽ പറയുന്ന ബൈബിളിൽ പറയുന്ന ഒരു പ്രവാചകനാണ് നൂഹ് നബി. അതുപോലെ തന്നെ ലൂത്ത് നബി. ഇങ്ങനെ ഒരുപാട് പ്രവാചകന്മാരുണ്ട്. അതിൽ ഈ ലൂത്ത് എന്ന് പറയുന്ന പ്രവാചകൻ ഒരു സമൂഹത്തിലേക്ക് വന്ന് ചില കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ്, അവരെ ചില കാര്യങ്ങൾ ഉത്ബോധിപ്പിക്കുകയാണ്. 14 സ്ഥലത്ത് ഖുർആൻ പറയുന്നുണ്ട് എല്ലായിടത്തും ഊന്നുന്നത് ആ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു തിന്മയാണ്. കാരണം അവർ സ്വവർഗരതി എന്ന സാമൂഹ്യ തിന്മയ്ക്കടിപ്പെട്ടവരാണ്. പുരുഷന്മാർ പരസ്പരം തന്നെ ലൈംഗിക വീഴ്ച നടത്തുന്ന ഒരു വഴിപഴച്ച സമൂഹമായിരുന്നു. ആ സമൂഹത്തിൽ വന്നുകൊണ്ട് ആ പ്രവാചകൻ പറയുന്നത്, നിങ്ങൾ ഈ പണി ചെയ്യരുത്, ഈ പണി നിങ്ങൾ ചെയ്യരുത്, ഇത് ദൈവകോപത്തിന് കാരണമാകുന്ന പ്രകൃതി വിരുദ്ധമാണ്. നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിച്ചിട്ടുണ്ട്, അവരെ നിങ്ങൾ വിവാഹം കഴിച്ച് ജീവിക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രവാചകൻ പഠിപ്പിക്കുന്ന അതിന്റെ ഊന്നൽ ഇതാണ്. ആ ഊന്നലിൽ നിന്നുകൊണ്ട് ദൈവത്തിന്റെ കൽപ്പന പറയുകയാണ്. അപ്പൊ ഇവിടെ പ്രവാചകൻ പഠിപ്പിച്ചത് ലൈംഗിക രംഗത്തുള്ള ഒരു തിന്മ, ഇതാണ് ഇവിടുത്തെ മതം. മതമാണ് പ്രവാചകന്മാർ പഠിപ്പിച്ചതെന്ന ധാരണയിലാണ് ഇപ്പോഴും നമ്മളുള്ളതെങ്കിൽ ഇതാണ് ഇവിടുത്തെ മതത്തിന്റെ ഊന്നൽ. ഇനി കുറച്ചങ്ങോട്ട് പോയാൽ നമുക്ക് കാണാൻ പറ്റും ഷുഐബ് എന്ന് പറയുന്ന പ്രവാചകൻ ആ സമൂഹത്തിൽ വന്ന് പ്രവാചകൻ പറയുന്ന ചില കാര്യങ്ങൾ അവിടെ എടുത്തു പറയുന്നുണ്ട്. അവിടെ ഊന്നുന്ന ഒരു വിഷയം ഇതാണ്, അവിടെയുള്ള ആളുകളുടെ അളവ് തൂക്കങ്ങളിലെ കൃത്രിമത്വം. അവർ അളന്ന് കൊടുക്കുമ്പോൾ കുറച്ച് കൊടുക്കും, അളന്നെടുക്കുമ്പോൾ കൂടുതലെടുക്കും. അഥവാ സാമ്പത്തിക ഇടപാടുകളെ ക്രമക്കേട്. ഇവിടെ പ്രവാചകൻ വന്നുകൊണ്ട് അവരോട് പറയാൻ ഇത് ചെയ്യാൻ പാടില്ല, ഇത് യഥാർത്ഥത്തിൽ ദൈവകോപത്തിന് കാരണമാകും, അതുകൊണ്ട് നിങ്ങൾ ഇത് ചെയ്യാൻ പാടില്ല. അപ്പൊ ഇവിടെ പ്രവാചകൻ പഠിപ്പിക്കുന്ന
ഈ വിഷയം തികച്ചും സാമ്പത്തികമാണ്, സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട വിഷയം. ഇതാണ് മതമെങ്കിൽ ഇവിടെ പ്രവാചകൻ പറഞ്ഞ മതം ഇതാണ്. ലൂത്ത് നബി പറഞ്ഞ മതം അതാണ്. ഇവിടെ പക്ഷേ പറഞ്ഞത് സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടതാണ് ഇവിടുത്തെ മതം. ഇനി മറ്റൊരു പ്രവാചകനാണ് മൂസാ നബി. മൂസാ നബി യഥാർത്ഥത്തിൽ ഫിർഔൻ എന്ന് പറയുന്ന ഫറോവ എന്ന ഒരു ഏകാധിപതിയുടെ കൊട്ടാരത്തിൽ കയറി ചെന്നുകൊണ്ട് ആ ഏകാധിപതിയോട് പറയാണെന്ത്, അവിടെ ഒരു വിഭാഗം പീഡിപ്പിക്കപ്പെടുന്നു. ഇസ്രായേൽ സമൂഹം എന്ന് പറയുന്ന ഒരു വിഭാഗം അടിമകളാക്കപ്പെട്ട് പീഡിപ്പിക്കപ്പെടുന്നു. പ്രവാചകൻ അവിടെ ചെന്നുകൊണ്ട് ഏകാധിപതിയോട് പറയാണ്, ഇവരെ ഇങ്ങനെ പീഡിപ്പിക്കാൻ നിനക്ക് അനുവാദമില്ല, അവരിങ്ങനെ അടിമകളാക്കി വെക്കാൻ പാടില്ല, അവരെ മോചിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിമോചന പോരാട്ടത്തിന്റെ ഒരു രംഗമാണ് പിന്നെ നമ്മൾ അവിടെ കാണുന്നത്. ഇവിടെ പ്രവാചകൻ പഠിപ്പിച്ചത് ഇതായതുകൊണ്ട് ഇതാണ് മൂസാ നബി പഠിപ്പിച്ച മതത്തിന്റെ ഊന്നൽ. അത് തികച്ചും പാർലമെന്റുമായിട്ട് പള്ളിയുമായി ബന്ധപ്പെട്ട വിഷയമല്ലത്, എന്നുവെച്ചാൽ ഭരണകൂടവുമായി ബന്ധപ്പെട്ട വിഷയമാണ് അവിടെ കൈകാര്യം ചെയ്യുന്നത്. ഇനി ഈസാ നബിയുടെ യേശുവിന്റെ ചരിത്രം ഖുർആൻ വിവരിക്കുന്നതനുസരിച്ച് നമ്മൾ നോക്കിയാൽ അവിടെ നമുക്ക് കാണാൻ കഴിയുക, വിശ്വാസങ്ങൾ പഠിപ്പിക്കുന്ന ദൈവത്തെക്കുറിച്ച് മനുഷ്യനെ പറഞ്ഞു കൊടുക്കുന്ന പുരോഹിതന്മാരിലേക്ക് ഇടപെട്ടുകൊണ്ട് അവരോട് പറയുകയാണെന്ത്, ദൈവത്തിന് ഇടനിൽക്കാരെ വെച്ചുകൊണ്ടുള്ള ഇങ്ങനെ പൗരോഹിത്യം ചമയുന്ന ഈ രീതി ശരിയല്ലെന്ന് പറഞ്ഞുകൊണ്ട് പൗരോഹിത്യത്തിനെതിരെയുള്ള പോരാട്ടം. അവിടെ അതാണ് മതമെങ്കിൽ അവിടെ ഊന്നുന്നത് ആ ഒരു തലത്തെയാണ്. ഇങ്ങനെ ഓരോ സമൂഹത്തിലും നിലനിൽക്കുന്ന തിന്മകൾ എന്തോ അതിനെ തൊട്ടുകൊണ്ട് പാടില്ലെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിലേക്ക് വിളിക്കുന്ന രീതി. അങ്ങനെ വരുമ്പോൾ ഈ കാലഘട്ടത്തിൽ ദൈവവിശ്വാസികൾ ചെയ്യേണ്ടത് എന്താണ്? അവർ ചെയ്യേണ്ടത് സമൂഹത്തിൽ നിലനിൽക്കുന്ന എല്ലാ തിന്മകളോടും പ്രതികരിക്കുക, എന്നിട്ട് നന്മയിലേക്ക് ജനങ്ങളെ വിളിക്കുക. അങ്ങനെ ചെയ്യുന്നൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തിയാൽ സ്വാഭാവികമായിട്ടും നമ്മൾക്കിടയിലുണ്ടാകുന്ന ധ്രുവീകരണത്തിന്റെ സ്വഭാവം മാറും. ഇപ്പോഴുള്ള ധ്രുവീകരണം അന്ധമാണ്, അല്ലെ? ഇപ്പൊ നേരത്തെ ഇതിൽ തന്നെ അനുബന്ധമായ ചില ചോദ്യങ്ങളുണ്ട്. ചില ആളുകൾ മുസ്ലിം കുടുംബത്തിൽ ജനിക്കുമ്പോൾ മുസ്ലിം ആവുന്നു, ഹിന്ദു കുടുംബത്തിൽ ജനിക്കുമ്പോൾ ഹിന്ദു ആവുന്നു, അല്ലെങ്കിൽ ക്രിസ്ത്യാനിയാവുന്നു. ഇങ്ങനെ ഇതിന്റെ പേരിൽ നമ്മൾ ഭിന്നിച്ചു പോവാണ്. ഇപ്പൊ യഥാർത്ഥത്തിൽ തമ്മിൽ പ്രശ്നം ഉണ്ടാകുന്നത് ഹിന്ദു സമുദായത്തിൽ ജനിച്ചവരും മുസ്ലിം സമുദായത്തിൽ ജനിച്ചവരും അല്ലെങ്കിൽ ക്രിസ്ത്യൻ സമുദായത്തിൽ ജനിച്ചവരും. എന്താണ് ഇതിന്റെ അടിസ്ഥാനം? ഞാൻ ക്രിസ്തു സമുദായത്തിൽ ജനിച്ചു എന്നതുകൊണ്ട് ഞാൻ അതിനെ ന്യായീകരിക്കുമ്പോൾ മറ്റേയാൾ ഹിന്ദു സമുദായത്തിൽ ജനിച്ചുകൊണ്ട് അതിനെ ന്യായീകരിക്കുന്നു, മറ്റേയാൾ അപ്പുറത്ത് അവിടെ ജനിച്ചതുകൊണ്ട് ന്യായീകരിക്കുന്നു. പക്ഷെ അവിടെ ശരി തെറ്റും നന്മതിന്മയും ധർമാധർമ്മവുമായിട്ട് എന്ത് ബന്ധം അതിനുള്ളത്? അതേസമയത്ത് പ്രവാചകന്മാർ മനുഷ്യരെ ദൈവവിശ്വാസം പഠിപ്പിച്ചപ്പോൾ ഇങ്ങനെയല്ല സംഭവിച്ചത്. അവിടെ വന്നപ്പോൾ ധ്രുവീകരണം അവിടെയും ഉണ്ടായി. പക്ഷെ ആ ധ്രുവീകരണത്തിന്റെ അടിസ്ഥാനം നമ്മൾ നോക്കിയാൽ, ഉദാഹരണം പറഞ്ഞാൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പ്രവാചകന്മാരുടെ തന്നെ ചരിത്രം നോക്കുമ്പോൾ നൂഹ് നബി ആ സമൂഹത്തിൽ തിന്മ നിലനിൽക്കുന്ന സമൂഹത്തിൽ വന്ന കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ വിഭാഗീയത രൂപപ്പെട്ടു. ആ വിഭാഗീയത സാമുദായികമായിരുന്നില്ല. കാരണം പ്രവാചകന്റെ നൂഹ് നബിയുടെ മകനും ഭാര്യയും ശത്രുപക്ഷത്താണ് വന്നത്. ലൂത്ത് നബി കാര്യം പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ സ്വന്തം ഭാര്യ ശത്രുപക്ഷത്താണ് വന്നത്. ഇബ്രാഹിം നബി കാര്യങ്ങൾ സത്യം പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ, ധർമ്മം പറയാൻ തുടങ്ങിയപ്പോൾ ഇബ്രാഹിം നബിയുടെ പിതാവ് ശത്രുപക്ഷത്താണ് വന്നത്. മുഹമ്മദ് നബി സമൂഹത്തിൽ വന്ന് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ മുഹമ്മദ് നബിയുടെ ശത്രുപക്ഷത്ത് പ്രവാചകന്റെ അളാപ്പ് പുത്താമ്പർ എന്ന പ്രവാചകന്റെ പിതാവിന്റെ സഹോദരന്മാര്, രക്തബന്ധത്തിൽപ്പെട്ടവരൊക്കെ ശത്രുപക്ഷത്ത്. അപ്പോൾ അതിനർത്ഥം ഇവർ ഏത് സമുദായത്തിൽ, ഏത് ജാതിയിൽ, ഏത് മതത്തിൽ നിന്നുകൊണ്ടാണ് പ്രബോധനം ചെയ്തത്? അവരഥാർത്ഥത്തിൽ ധർമ്മത്തിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട്, സത്യത്തിന്റെ നന്മയുടെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് അധർമ്മത്തിനെതിരിൽ, തിന്മയ്ക്കെതിരിൽ, അതാണ് ഞാൻ പറഞ്ഞത്, മതത്തിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടല്ല, ജാതിയുടെയോ സമുദായത്തിന്റെയോ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടല്ല അവർ പറഞ്ഞത്. അതിനെ വേണമെങ്കിൽ ഒന്നുകൂടി ഇന്ത്യൻ പശ്ചാത്തലത്തിൽ വികസിപ്പിച്ചെടുത്താൽ നമുക്കറിയാം, കുരുക്ഷേത്ര യുദ്ധം എന്ന് പറയുന്ന യുദ്ധം അതിനെക്കുറിച്ച് നമുക്ക് ധാരാളം പല സന്ദർഭങ്ങളിലുമായിട്ട് കേട്ടതും അറിഞ്ഞതുമാണ്. അത് തന്നെ നമ്മളൊന്ന് എടുത്ത് വായിച്ചു നോക്കിയാൽ ഒരു ധർമ്മസമരമായിട്ടാണ് അത് പഠിപ്പിക്കപ്പെടുന്നത്. അതിന്റെ സ്കലിതങ്ങളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചില ചർച്ചകൾ ചിലർ സൂചിപ്പിക്കാറുണ്ട്. അതിലേക്കല്ല ഞാൻ കിടക്കുന്നത്. പക്ഷെ അതിൽ നൽകുന്ന ഒരു പാഠമുണ്ട്. അതനുസരിച്ച് നമുക്കറിയാം, കൃഷ്ണൻ അവിടെ സാരഥിയാണ്, അർജുനൻ വില്ലാളിയാണ്. അവിടെ ധർമ്മസമരം നടക്കാൻ പോകുന്നു. ആ ധർമ്മസമരം നടക്കുമ്പോൾ ശത്രുപക്ഷത്തുള്ള ആളുകളെ നോക്കിയിട്ട് വില്ല് വിലയ്ക്കാൻ അർജുനന് കഴിയുന്നില്ല. എന്താ കാരണം? ശത്രുപക്ഷത്തുള്ളത് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒന്നുമല്ല. ശത്രുപക്ഷത്തുള്ളത് അർജുനന്റെ തന്നെ ബന്ധുമിത്രാദികളും ഗുരുവര്യന്മാരുമാണ്. എങ്കിൽ നമ്മളിവിടെ ചോദിക്കേണ്ട ചോദ്യം, എങ്കിൽ കൃഷ്ണൻ ഏത് സമുദായത്തിന്റെ പ്ലാറ്റ്ഫോമിലായിരുന്നു? അർജുനൻ ഏത് മതത്തിന്റെ വക്താവായിട്ടാണ് ഇവിടെ ഉണ്ടായിരുന്നത്? നമ്മളിന്ന് വിഭാവന ചെയ്യുന്നത് പോലെ ഹിന്ദു സമുദായത്തിന്റെ ഒരു പ്ലാറ്റ്ഫോമിലായിരുന്നു കൃഷ്ണനെങ്കിൽ അർജുനന്റെ ബന്ധുമിത്രാദികൾ ശത്രുപക്ഷത്ത് വന്നതെങ്ങനെ? അതിനർത്ഥം യഥാർത്ഥത്തിൽ നമ്മൾ ഇന്ന് വിഭാവന ചെയ്യുന്നത് പോലത്തെ മതത്തിന്റെ, ജാതിയുടെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഒരു പ്രവാചകനും ഒരു സമൂഹത്തോടും ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് പ്രവാചകന്മാർ പറഞ്ഞത് മതമല്ലെന്ന് പറഞ്ഞത് ആ ഒരു തലത്തിലാണ്. അതിനെ തിരിച്ചെടുക്കണം. അതിനെ തിരിച്ചെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വിഭാഗീയത ഉണ്ടാവും. പക്ഷെ അത് അധർമ്മത്തിന്റെ പക്ഷം വേർതിരിയുക എന്നുള്ളതാണ്. എന്നിട്ട് ധർമ്മം സ്ഥാപിക്കപ്പെടുക. അപ്പോഴാണ് യഥാർത്ഥത്തിൽ മനുഷ്യ സമൂഹത്തിൽ ശാന്തിയും സമാധാനവും സൃഷ്ടിക്കാൻ കഴിയുക. അല്ലാത്ത ഒരു രീതി, ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ, എല്ലാത്തിനെയും സമമായി കാണുന്ന ഒരു രീതിയിലൂടെ ഇപ്പൊ നമ്മൾ മുന്നോട്ട് പോകുന്നത് ഏത് സ്വഭാവത്തിലാണ്?
അല്ലെ? എല്ലാം യഥാർത്ഥത്തിൽ മതസൗഹാർദ്ദം ഏറ്റവും കൂടുതൽ നടക്കുന്നത് എവിടെയൊക്കെയാണ്? അല്ലെ? കള്ള് ഷാപ്പുകളിലും സിനിമാശാലകളിലും പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ചൂതാട്ട കേന്ദ്രങ്ങളിലും എല്ലാം മതസൗഹാർദ്ദം വളരെ ഭംഗിയായി മനോഹരമായി നടക്കുന്നു. ആ അർത്ഥത്തിൽ ഒരു തിന്മകളോട് രാജിയായിക്കൊണ്ടുള്ള ഒരു സൗഹൃദമാണോ നമുക്ക് ആവശ്യം? അതേസമയത്ത് പ്രവാചകന്മാർ പറഞ്ഞതുപോലെ അധർമ്മത്തിനെതിരിൽ നന്മയുടെ കൂട്ടായ്മയല്ലേ നമുക്ക് ആവശ്യം? ആ നന്മയുടെ കൂട്ടായ്മ സൃഷ്ടിക്കപ്പെടുമ്പോൾ സ്വന്തം മകനോ ഭാര്യയോ കുടുംബങ്ങളും ചിലപ്പോൾ ശത്രുപക്ഷത്തായി എന്ന് വരാം. എന്നാലും നന്മയുടെ പക്ഷത്ത് നിൽക്കുന്നിടത്തേക്ക് നമ്മളാകുമ്പോൾ വർഗീയത, സാമുദായികത അസ്തമിക്കും. വിഷയാവതാരകന് നന്ദി. താങ്കൾ മതവിശ്വാസി അല്ല, ഒരു ഈശ്വരവിശ്വാസി ആണ് എന്ന് കേട്ടു. പക്ഷെങ്കിൽ ഞാൻ ഈ വിഷയം സ്വയം ചിന്തിച്ചു നോക്കിയിട്ടുണ്ട്. ഈ വിശ്വാസങ്ങളല്ലേ നമ്മുടെ ഈ രാജ്യത്ത് അല്ലെ ഈ നാട്ടിലുണ്ടാക്കിയ പ്രശ്നങ്ങൾക്ക് കാരണം? യഥാർത്ഥത്തിൽ വിശ്വാസങ്ങൾ ശരിയാവാതെ വരുമ്പോൾ വിശ്വാസങ്ങൾ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. വിശ്വാസം ശരിയാകുമ്പോൾ ആ വിശ്വാസം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയില്ലെന്ന് മാത്രമല്ല, അതിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയും ചെയ്യും. അതുകൊണ്ടാണ് നിലവിൽ ഒരുപാട് വിശ്വാസങ്ങളുള്ള സമൂഹങ്ങളിലേക്കാണ് പ്രവാചകന്മാർ കടന്നു വന്നത്. എന്നിട്ട് അവരോട് പറഞ്ഞത് ചില വിശ്വാസങ്ങളെ കൈയൊഴിക്കാനാണ്. കാരണം വിശ്വാസങ്ങൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ അതിന് പകരം ചില വിശ്വാസങ്ങൾ സ്വീകരിക്കാൻ പറഞ്ഞു. അത് സ്വീകരിച്ചപ്പോഴാകട്ടെ സമൂഹങ്ങളിലെ പ്രശ്നങ്ങൾ തീരുകയും ചെയ്തു. ആ വിശ്വാസം എന്തായിരുന്നു എന്നാണ് യഥാർത്ഥത്തിൽ നമ്മൾ പഠിക്കേണ്ടത്. കൈയൊഴിക്കാൻ പറഞ്ഞ വിശ്വാസങ്ങൾ എന്തായിരുന്നു എന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. ശരിയായ മനുഷ്യനെ നന്മയിലേക്ക് നയിക്കുന്ന വിശ്വാസം ശരിയും തിന്മയിലേക്ക് നയിക്കുന്ന വിശ്വാസം തെറ്റും എന്ന മാനദണ്ഡം നമ്മൾ അംഗീകരിച്ചാൽ, തെറ്റിലേക്ക് നയിക്കുന്ന വിശ്വാസങ്ങളെ കൈയൊഴിക്കുക എന്നതും ശരിയിലേക്ക് നയിക്കുന്ന വിശ്വാസങ്ങളെ സ്വീകരിക്കുക എന്നതും എളുപ്പത്തിൽ സാധ്യമാണ്. അതിലൂടെ അത് സാധ്യമാവുള്ളൂ. അപ്പൊ ശരിയായ തലത്തിലേക്ക് ഇപ്പൊ പ്രവാചകന്മാരൊക്കെ മനുഷ്യ സമൂഹത്തിലേക്ക് വരുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അവര് വ്യത്യസ്തമായ കുറേ വിശ്വാസങ്ങളുമായിട്ട് നടന്നിരുന്നു. പക്ഷെ ആ വിശ്വാസങ്ങളുടെ ഒക്കെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അതെല്ലാം മനുഷ്യനെ യഥാർത്ഥത്തിൽ സംസ്കരിച്ചെടുക്കുന്നതിനുള്ളതായിരുന്നില്ല, നേരായ വഴി കാണിച്ചു കൊടുക്കുന്നതിനുള്ളതായിരുന്നില്ല. ഇപ്പൊ നേരത്തെ ഞാൻ വിഷയം അവതരിപ്പിച്ചപ്പോൾ തന്നെ സൂചിപ്പിച്ചു, ഇപ്പൊ നിലവിലുള്ള വിശ്വാസങ്ങളുടെ ചില അവസ്ഥകൾ അല്ലെ, ദൈവാരാധനയ്ക്ക് വേണ്ടി നേർച്ചകളും വഴിപാടുകളൊക്കെ ചെയ്യുന്നത് സ്വാർത്ഥമായ കുറെ കാര്യങ്ങൾ ലഭിക്കാൻ വേണ്ടി. ഉദാഹരണം പറഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലോ, SSLC പരീക്ഷ കഴിഞ്ഞൊരു വിദ്യാർത്ഥി സ്പെഷ്യലായി ദൈവാരാധന നടത്താൻ പോകുന്നതിന്റെ പിന്നിലെ പ്രചോദനം കാര്യസാധ്യം പരീക്ഷയിൽ പാസ്സാവുക. കള്ളക്കടത്തുകാരന്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ കള്ളക്കടത്ത് സാധനം പിടിക്കപ്പെടാതെ ലക്ഷ്യത്തിലെത്തണം, ഇതിന് ദൈവം സഹായിക്കണം. ഈ അർത്ഥത്തിലുള്ള വിശ്വാസങ്ങളിലൂടെ മനുഷ്യനൊരിക്കലും സംസ്കരിക്കപ്പെടുകയല്ല. അവൻ ചെയ്യുന്ന തിന്മയ്ക്ക് ഈ വിശ്വാസത്തിലൂടെ രക്ഷയുണ്ടെന്ന് തോന്നിയാൽ ആ തിന്മകൾ വർദ്ധിക്കുക എന്നത് അതിലൂടെ സംഭവിക്കാം. ആ സ്വഭാവത്തിൽ വിശ്വാസങ്ങളിലൂടെ സമൂഹത്തിൽ വ്യതിചലനങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതേസമയത്ത് പ്രവാചകന്മാർ പറഞ്ഞ വിശ്വാസം അനുസരിച്ച് നേരത്തെ തന്നെ ഞാൻ സൂചിപ്പിച്ചു, ദൈവത്തിലുള്ള വിശ്വാസം മാത്രമല്ല, സൃഷ്ടാവിനോടുള്ള കടപ്പാട് മാത്രമല്ല ആ വിശ്വാസത്തിൽ നിന്ന് പഠിപ്പിക്കപ്പെടുന്നത്. അതിനപ്പുറത്ത് സൃഷ്ടികളോടുള്ള കടപ്പാടും പറയുന്നു. ആ വിശ്വാസം എങ്ങനെയാണ് മനുഷ്യനെ നശിപ്പിക്കുന്നത്, അതെങ്ങനെയാണ് തെറ്റായിത്തീരുക, അത് നമ്മളൊന്ന് വിശകലനം ചെയ്തു നോക്കുക. ഇപ്പൊ പ്രവാചകന്മാരിലൂടെ പഠിപ്പിക്കപ്പെട്ടതനുസരിച്ച് മനുഷ്യൻ ഏറ്റവും കൂടുതൽ ബന്ധപ്പെടേണ്ടതും സ്നേഹിക്കേണ്ടതും ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ടതും ദൈവത്തെയാണ് എന്ന് പറയുന്നു. പിന്നെ അതിനോട് ചേർത്ത് പറഞ്ഞു, പിന്നെ ആ ദൈവത്തെക്കുറിച്ച് പറഞ്ഞു തരുന്ന, ദൈവത്തിന്റെ മാർഗം പഠിപ്പിച്ചു തരുന്ന പ്രവാചകന്മാരെയാണ്. അതിനുശേഷം പറഞ്ഞു, പിന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടതും ബാധ്യതകൾ നിർവഹിക്കേണ്ടതും മാതാവിനോടുള്ള കടപ്പാടാണ്. പിന്നെ പറഞ്ഞു പിതാവിനോടുള്ള കടപ്പാടാണ്. പിന്നെ പറഞ്ഞു അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയർ നിറച്ചുണ്ണാൻ പാടില്ല. ഈ സ്വഭാവത്തിൽ ഒരു വിശ്വാസം ഒരു സമൂഹത്തിൽ പഠിപ്പിക്കപ്പെടുമ്പോൾ എങ്ങനെയാണ് ആ വിശ്വാസം ഉൾക്കൊണ്ടൊരു സമൂഹം ജീവിക്കുമ്പോൾ അവിടെ നാശങ്ങൾ ഉണ്ടാകുന്നത്, അവിടെ എങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്? അതിലൂടെ അല്ലേ യഥാർത്ഥത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുക? മാത്രമല്ല പ്രവാചകന്മാരുടെയൊക്കെ ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ ജീവിതത്തെ പഠിപ്പിച്ചപ്പോൾ അവിടെ ഒരു വിശ്വാസം മാത്രം, ആ വിശ്വാസത്തിൽ ഉള്ള രണ്ട് തലങ്ങളുണ്ട്. ആ വിശ്വാസത്തിന്റെ രണ്ട് തലങ്ങൾ എന്ന് പറയുന്നത്, ഈ ഭൂമിയിൽ മനുഷ്യൻ ജീവിക്കുമ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട്, ശരിയുമുണ്ട് തെറ്റുണ്ട്, നന്മയുണ്ട് തിന്മയുണ്ട്. വിശ്വാസം പഠിപ്പിക്കുന്നത് നന്മയെ മാത്രം തിരഞ്ഞെടുക്കാനും തിന്മയെ ഒഴിവാക്കാനുമാണ്. അത് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും. അതെല്ലാ മേഖലകളിലും മനുഷ്യൻ അംഗീകരിക്കുമ്പോൾ പ്രശ്നങ്ങൾ തീരുകയാണ് ചെയ്യുക. അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളതും. നേരത്തെ ഞാൻ പറഞ്ഞു, മദ്യം
പാടില്ല എന്നത് വിശ്വാസത്തിന്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് ആ വിശ്വാസ മനുഷ്യനെ തിന്മയിലേക്കല്ല നന്മയിലേക്കാണ് നയിക്കുക. അതേസമയത്ത് അതേപോലെ തന്നെ വേറെ ചില കാഴ്ചപ്പാടുള്ളത് ദൈവത്തിന്റെ തൃപ്തിക്ക് മദ്യം ആവശ്യമാണെന്നൊരു വിശ്വാസം ഉണ്ടെങ്കിൽ ആ വിശ്വാസം മനുഷ്യനെ തിന്മയിലേക്ക് നയിക്കും. കാരണം ദൈവം മദ്യമാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ, ഞാൻ ഇഷ്ടപ്പെടുന്ന ദൈവം മദ്യമാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ ഞാനും മദ്യപാനിയാവുക അതിന്റെ ഒരു അനന്തരഫലമാണ്. ഈ അർത്ഥത്തിൽ ഓരോ കാര്യങ്ങളും പ്രവാചകന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്, തിന്മയായ കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ. ഇപ്പൊ പലിശ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, അത് പാടില്ലാത്ത ഒരു സംഗതിയാണ്, അത് വിശ്വാസത്തിന്റെ ഒരു ഭാഗമാണ്. അങ്ങനെ ചതിയാകട്ടെ, വഞ്ചനയാകട്ടെ, കൊള്ളയാകട്ടെ, കൊലയാകട്ടെ, എന്തെല്ലാം തിന്മകളുണ്ടോ എല്ലാം തെറ്റാണ്, ഉപേക്ഷിക്കേണ്ടതാണ്. ഇതാണ് വിശ്വാസത്തിന്റെ അടിസ്ഥാനം. എങ്കിൽ ആ വിശ്വാസ മനുഷ്യനെ തിന്മയിലേക്കല്ല നന്മയിലേക്കാണ് നയിക്കുക എന്ന കാര്യം വളരെ വ്യക്തമാണ്. അതുകൊണ്ട് പ്രവാചകന്മാരിലൂടെ വിശ്വാസം, നിലവിലുള്ള സമൂഹങ്ങളിലെ വിശ്വാസങ്ങളെ തിരുത്തി പുതിയ വിശ്വാസം പഠിപ്പിച്ചപ്പോൾ അവിടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു, ധർമ്മം സ്ഥാപിക്കപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് പുനഃസ്ഥാപിക്കലാണ് ഈ കാലഘട്ടത്തിന്റെ ആവശ്യം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ ഭൂമിയിലേക്ക് പ്രസവിച്ചു വീഴുന്നൊരു കുട്ടി, ബുദ്ധി ഉറക്കാത്ത കുട്ടിയിൽ സ്വാർത്ഥത എന്ന വികാരം ഉണ്ടായത് ബോധപൂർവമാണോ അതല്ല യാദൃച്ഛികമാണോ? ഇനി അഥവാ അത് ബോധപൂർവമാണെങ്കിൽ ഈ സമൂഹത്തിൽ നിലനിൽക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും ആത്യന്തികമായ കാരണം ആ സ്വാർത്ഥതയല്ലേ? അത് സർവേശ്വരൻ ബോധപൂർവം ചെയ്തതാണോ എന്ന് ഒരു സംശയമുണ്ട്. യഥാർത്ഥത്തിൽ ഖുർആനിന്റെ ഒരു അധ്യാപനം അനുസരിച്ച് മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്റെ ആത്മാവ്, അതാണ് അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അതിൽ യഥാർത്ഥത്തിൽ വ്യത്യസ്തമായ ഗുണങ്ങളോടുകൂടി സൃഷ്ടിക്കപ്പെട്ട ഒന്നാണ് മനുഷ്യാത്മാവ് എന്ന് പറയുന്നത്. ഖുർആൻ മനുഷ്യാത്മാവിന്റെ സവിശേഷതയെക്കുറിച്ച് പറയുന്നത് ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, വനഫ്സിൻ വമാ സവ്വാഹ, ആത്മാവിനെ സന്തുലിതപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ പ്രകൃതം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വഹ, അതിന് ധർമാധർമ്മ ബോധം നൽകിയിട്ടുണ്ട്. ധർമാധർമ്മ ബോധം നൽകിയിട്ടുണ്ട്. ശരിയും തെറ്റും, നന്മയും തിന്മയും, സത്യവും അസത്യവും, ഇങ്ങനെയുള്ള വ്യത്യസ്തമായ പ്രകൃതത്തോടുകൂടി ബോധത്തോടുകൂടിയാണ് ആത്മാവ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അതിൽ ധർമ്മബോധവുമുണ്ട്, അധർമ്മബോധവുമുണ്ട്, സ്വാർത്ഥതയുമുണ്ട്, നിസ്വാർത്ഥതയുമുണ്ട്, നന്മയുമുണ്ട്, തിന്മയുമുണ്ട്. ഇങ്ങനെ എല്ലാം ചേർന്നതാണ് മനുഷ്യന്റെ ആത്മാവിന്റെ പ്രകൃതം. ഇവിടെ മനുഷ്യൻ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ഈ ധർമ്മബോധത്തെ വളർത്തി, സത്യബോധത്തെ, നന്മയുടെ ബോധത്തെ വളർത്തി, തിന്മയുടെ, അസത്യത്തിന്റെ, അധർമ്മത്തിന്റെ അതിനെ തളർത്തി, സ്വാർത്ഥ ബോധത്തെ തളർത്തിയിട്ട് നിസ്വാർത്ഥ ബോധത്തെ ശക്തിപ്പെടുത്തി, അങ്ങനെ അവൻ എന്താവണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ മനുഷ്യനായി തീരണമെന്ന്. മനുഷ്യനായി തീരണമെങ്കിൽ അതിനെ വളർത്തുകയാണ് ആവശ്യം. അതിനുള്ള മാനദണ്ഡമാണ്, ഉപാധിയാണ് മനുഷ്യ യഥാർത്ഥത്തിൽ അവന്റെ സ്രഷ്ടാവായ ദൈവത്തിലേക്ക് അടുക്കുകയും അവന്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യുക എന്നുള്ളത്. പ്രഹ്ലാദൻ പള്ളിക്കൽ ബസാറിൽ മുമ്പ് ജി.കെയുടെ പ്രഭാഷണങ്ങൾ കേട്ടിട്ടുണ്ട്. അന്നും ഇന്നും എന്നിലുള്ളൊരു സംശയം, മതം എന്നത് മനുഷ്യനുണ്ടാക്കിയത് തന്നെയാണ്. ദൈവം ഓരോ അമ്മമാരിലും കുട്ടികൾ സൃഷ്ടിച്ച് പുറത്തേക്ക് അയക്കുന്നു. ഇത് സമൂഹത്തിൽ അവരുടെ കാഴ്ചപ്പാടിനനുസരിച്ച് ഒരു മുസ്ലിമിന്റെ വീട്ടിലാണ് ആ കുട്ടി പിറക്കുന്നതെങ്കിൽ ആ കുട്ടിക്ക് സുന്നത്ത് കർമ്മം നിർവഹിച്ച് പള്ളിയിൽ കൊണ്ടുപോയി ആരാധന നടത്താനുള്ള ശ്രമങ്ങൾ നടത്തി അവരാണ് മുസ്ലിം ആയിട്ട് സമൂഹത്തിൽ വളർന്നു വരുന്നത്. അതുപോലെ തന്നെ മറ്റൊരമ്മയുടെ ഗർഭത്തിൽ വളർന്ന ഒരു പിഞ്ചു കുഞ്ഞ് ജനിച്ച് അവരവരുടെ ആരാധനാലയത്തിൽ ക്രിസ്ത്യൻ പള്ളികളിൽ കൊണ്ടുപോയിട്ട് മാമോദീസ മുക്കുന്നു. അവനാണ് അവരുടെ പിൻഗാമിയായി ക്രിസ്ത്യാനി ആയിട്ട് വളരുന്നത്. അതുപോലെ തന്നെ ഹിന്ദുവിന്റെയും ഒരു കുട്ടി ജനിക്കുന്നു. അത് ഇത്രത്തോളം ഒരു ആത്മീയമായ ഒരു ചടങ്ങുകൾക്കോ ഒന്നും ഇട നൽകാതെ അവർക്ക് വിശ്വാസമുണ്ടെങ്കിൽ ക്ഷേത്രത്തിൽ പോകാം, ആരാധനകൾ നടത്താം, ഈ വിധത്തിലുമാണ്. ഇങ്ങനെ മനുഷ്യൻ തന്നെ മതങ്ങളെ സൃഷ്ടിക്കുന്ന ഈ സ്ഥിതിയിൽ ദൈവം ഇവിടെ മതങ്ങളെ സൃഷ്ടിച്ചിട്ടുണ്ടോ എന്ന ഒരു സംശയമാണ് എനിക്ക് ബലമായിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ദൈവം മതങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല.
ഖുർആൻ പറയുന്നതനുസരിച്ച് എല്ലാ മനുഷ്യരെയും ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചതെന്ന്. മാത്രമല്ല മതങ്ങളൊക്കെ പിൽക്കാലഘട്ടത്തിൽ രൂപപ്പെട്ടതാണ്. വമാ കാനന്നാസില്ല ഉമ്മത്തൻ വാഹിദത്തൻ ഫഖ്തലഫു. ഖുർആൻ ഒരു ഭാഗത്ത് പറയുക, ആദിയിൽ മനുഷ്യരൊക്കെ ഒറ്റ സമൂഹമായിരുന്നു, പിന്നീട് അവർ വ്യത്യസ്ത വിശ്വാസങ്ങളും ആചാരങ്ങളും മതങ്ങളൊക്കെ ആയിട്ട് അവർ ഭിന്നിച്ചു പോകണം ചെയ്തതെന്ന്. അടിസ്ഥാനപരമായിട്ട് ഒറ്റ സമൂഹമായിരുന്നു ഇവരൊക്കെ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിൽക്കാലഘട്ടത്തിൽ രൂപപ്പെട്ടു വന്നതാണ്. അതുകൊണ്ട് നമുക്ക് യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ കഴിയുക, ഇപ്പോൾ വയലാറിൻ്റെ ഒരു കവിതയുണ്ട്, മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, മനുഷ്യരും മതങ്ങളും ദൈവങ്ങളും ചേർന്ന് മനസ്സ് പങ്കുവെച്ചു, മണ്ണ് പങ്കുവെച്ചു. ആ പങ്കുവെപ്പും അതിന്റെ ദുരന്തവുമാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നത്. അതേസമയത്ത് പ്രവാചകന്മാർ ഉണ്ടാക്കിയ, അവർ മനുഷ്യ സമൂഹത്തെ പഠിപ്പിച്ച ആ യാഥാർത്ഥ്യം ജനം അറിയാതെ പോകുന്നു എന്നതും, ഇത് രണ്ടും കൂടിയാണ് ഇന്നത്തെ മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന യഥാർത്ഥ പ്രശ്നം. എന്ന് മാത്രമല്ല, ഇവിടെ പറഞ്ഞല്ലോ, ഹിന്ദു സമുദായത്തിൽ ജനിക്കുന്ന ഒരാൾ ഹിന്ദുവായിട്ടും, മുസ്ലിം സമുദായത്തിൽ ജനിക്കുന്ന ഒരാൾ മുസ്ലിമായിട്ടും, ക്രിസ്ത്യൻ സമുദായത്തിൽ ജനിക്കുന്ന ഒരാൾ ക്രിസ്ത്യാനിയായിട്ടും വരുന്നു. എന്നാൽ പ്രവാചകന്മാരുടെ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥയില്ല. അങ്ങനെ തന്നെ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏതുപോലെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കമ്മ്യൂണിസ്റ്റുകാരന്റെ മകൻ കമ്മ്യൂണിസ്റ്റുകാരൻ ആവണമെന്നില്ല. കമ്മ്യൂണിസ്റ്റ് ആശയം അംഗീകരിച്ച് ജീവിക്കുമ്പോഴേ അവൻ കമ്മ്യൂണിസ്റ്റുകാരനാവുന്നുള്ളൂ എന്നതുപോലെ ഖുർആനിന്റെ ഒരു അധ്യാപനം അനുസരിച്ച് യഥാർത്ഥത്തിൽ പ്രവാചകന്മാർ മുസ്ലിങ്ങളായിരുന്നു. ഷാ പറയുന്നതിന്റെ അർത്ഥം നമ്മൾ ഇന്ന് വിചാരിക്കുന്നത് പോലത്തെ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരായിരുന്നു ഒരു ജാതി എന്ന അർത്ഥത്തിലല്ല. മുസ്ലിം എന്ന വാക്കിന്റെ അർത്ഥം അറബിയിൽ അനുസരിക്കുന്നവനെന്നാണ്. ദൈവത്തെ ആരനുസരിക്കുന്നുവോ അവനാണ് മുസ്ലിം. ആ അർത്ഥത്തിൽ ചരാചരങ്ങളൊക്കെ മുസ്ലിം എന്ന അവസ്ഥയിലാണെന്ന് അറബിയിൽ പറഞ്ഞാൽ. ഇപ്പൊ സൂര്യൻ കിഴക്കുദിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നു, അല്ലെ, വായുവും വെള്ളവും ഇവിടെയുള്ള എല്ലാ ചരാചരങ്ങളും ദൈവത്തെ അനുസരിച്ചുകൊണ്ടാണ് നിലനിൽക്കുന്നത്. അതിനെ ഖുർആന്റെ സാങ്കേതിക ഭാഷയിൽ പറഞ്ഞാൽ മുസ്ലിം എന്ന അവസ്ഥയിലാണ്. എന്ന് വെച്ചാൽ ദൈവത്തെ അനുസരിക്കുന്ന ഒരു അവസ്ഥയിലത്. അപ്പൊ നമ്മുടെ ഹൃദയം നമ്മളറിയാതെ ദൈവത്തിന്റെ കൽപ്പനയാണ് അനുസരിക്കുന്നത്, ഹൃദയം മുസ്ലിമാണ്. വൃക്കുകള് നമ്മളറിയാതെ ദൈവത്തെ അനുസരിക്കുന്നു, അതുകൊണ്ട് അത് മുസ്ലിമാണ്. ഈ അർത്ഥത്തിൽ ആണ് മുസ്ലിം എന്ന പ്രയോഗം ഉള്ളത്. മനുഷ്യനെ യഥാർത്ഥത്തിൽ അനുസരിക്കാനും ധിക്കരിക്കാനും കഴിയും. പ്രവാചകന്മാർ മനുഷ്യ സമൂഹത്തോട് വന്ന് പിന്നെ പറഞ്ഞു, നിങ്ങൾ ദൈവത്തെ വിശ്വസിച്ച് അവന്റെ കൽപ്പനകൾ അനുസരിക്കണം. അങ്ങനെ അനുസരിച്ചവരാരോ അവരെ മുസ്ലിങ്ങളായിട്ടുള്ളൂ. അതുകൊണ്ടാണ് നൂഹ് നബി മുസ്ലിമായിരുന്നു, പക്ഷെ മകനും ഭാര്യയും മുസ്ലിമായിരുന്നില്ല. നൂഹ് നബി മുസ്ലിമായിരുന്നു, മകനും ഭാര്യയും മുസ്ലിങ്ങളായിരുന്നില്ല. ലൂത്ത് നബി മുസ്ലിമായിരുന്നു, പക്ഷെ അദ്ദേഹത്തിന്റെ ഭാര്യ മുസ്ലിമായിരുന്നില്ല. ഇബ്രാഹിം നബി മുസ്ലിമായിരുന്നു, പക്ഷെ അദ്ദേഹത്തിന്റെ പിതാവ് മുസ്ലിമായിരുന്നില്ല. മുഹമ്മദ് നബി മുസ്ലിമായിരുന്നു, പക്ഷെ അദ്ദേഹത്തിന്റെ പിതാവിന്റെ സഹോദരന്മാരാകുന്ന അബൂജഹൽ, അബൂലഹബ് ഒന്നും മുസ്ലിങ്ങളായിരുന്നില്ല. പക്ഷെ ഇന്ന് നമുക്കിത് പറഞ്ഞാൽ മുസ്ലിം സമുദായത്തിന് പോലും തിരിയില്ല. കാരണം സമുദായത്തിൽ പറഞ്ഞവരൊക്കെ മുസ്ലിമാണെന്ന ധാരണയിലാണ് നമ്മളിതിനെ കാണുന്നത്. ഈ അർത്ഥത്തിൽ പറയുമ്പോൾ അല്ലെ, ഇപ്പൊ യേശുക്രിസ്തു, ഈസാ നബി ഖുർആൻ പറയുന്നതനുസരിച്ച് മുസ്ലിമായിരുന്നു എന്ന് പറയുമ്പോൾ എങ്ങനെ നമ്മൾ ധരിക്കുന്നത്? നാം പറയുന്നത് ദൈവത്തെ അനുസരിക്കുന്ന അർത്ഥത്തിലായിരുന്നു എന്ന അർത്ഥത്തിലാണ്. അങ്ങനെയാണ് അതിനെ നമ്മൾ കാണുന്നത്. ആ അർത്ഥത്തിൽ എല്ലാ പ്രവാചകന്മാരും അതായിരുന്നു. അതെന്തിന്റെ അടിസ്ഥാനത്തിൽ? ഒരാശയം അംഗീകരിച്ച് അതിനനുസരിച്ച് ജീവിക്കുമ്പോൾ അങ്ങനെയാണ് അത് രൂപപ്പെട്ടത്. എന്നാൽ ഇവര് മുസ്ലിം എന്നുള്ളപ്പോൾ ഖുർആൻ പറയുന്നത് ഈസാ നബി മുസ്ലിമായിരുന്നു, പക്ഷെ ഈസാ നബി മുസ്ലിം എന്നുള്ള വാക്ക് പോലും കേട്ടിട്ടില്ല. നൂഹ് നബി മുസ്ലിമായിരുന്നു, പക്ഷെ നൂഹ് നബി മുസ്ലിം എന്നുള്ള വാക്ക് പോലും കേട്ടിട്ടില്ല. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുസ്ലിം എന്ന് ഖുർആൻ പ്രയോഗിച്ചത് ഒരു ജാതിക്കുള്ള പേരല്ല, ഒരു നിലപാടിനുള്ള പേരാണ്. ആ അർത്ഥത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ സമുദായങ്ങളെ നോക്കിക്കൊണ്ട് അല്ല നമ്മൾ ആദർശത്തെ പഠിക്കേണ്ടത്, ആ അർത്ഥത്തിൽ വേണം ഇതിനെ സമീപിക്കാൻ എന്നുകൂടി ഇതിനോട് ചേർത്ത് സൂചിപ്പിക്കണം. അമ്മണി തോമസ് രണ്ട് സംശയങ്ങൾ ചോദിക്കുകയാണ്. ഈസാ നബിയിൽ വിശ്വസിച്ചുകൊണ്ട് റസൂലിൽ വിശ്വസിക്കുന്നതിന് തെറ്റുണ്ടോ? രണ്ട്, എന്തുകൊണ്ടാണ് റസൂലിന്റെ ഒരു ഫോട്ടോ പോലും ഇല്ലാത്തത്? ഈസാ നബിയിൽ വിശ്വസിക്കാതെ റസൂലിൽ വിശ്വസിക്കുന്നതാണ് തെറ്റ്. ഈസാ നബിയിൽ വിശ്വസിക്കാതെ ഒരാൾ റസൂലിൽ വിശ്വസിച്ചാൽ, മുഹമ്മദ് നബിയിൽ വിശ്വസിച്ചാൽ ആ വിശ്വാസം സ്വീകാര്യമല്ല എന്നാണ്. ഒരാൾ യേശുക്രിസ്തുവിനെ, ഈസാ നബിയെ തള്ളിപ്പറഞ്ഞാൽ ഖുർആന്റെ കാഴ്ചപ്പാടിൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. ഒരാൾ മോശ പ്രവാചകനെ തള്ളിപ്പറഞ്ഞാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. നൂഹ് നബിയെ തള്ളിപ്പറഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. എന്നുവെച്ചാൽ 1,24,000 പ്രവാചകന്മാരെയും അംഗീകരിച്ചുകൊണ്ടല്ലാതെ ഒരാൾക്ക് റസൂലിൽ മുഹമ്മദ് നബിയിൽ വിശ്വസിക്കാൻ കഴിയില്ല. വിവേചനമില്ലാതെ വിശ്വസിക്കണം എന്നുകൂടി നിബന്ധനയുണ്ട്. അതുകൊണ്ട് യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് വിശ്വസിക്കേണ്ടത് എന്ന്. കാരണം അവരൊക്കെ ദൈവത്തിൽ നിയോഗിക്കപ്പെട്ട, പല പല കാലഘട്ടങ്ങളിൽ നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരിൽ പെട്ടവരാണ്. റസൂലിന്റെ ഒരു ഫോട്ടോ പോലും ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? അത് ഒരു അത്ഭുതം തന്നെയാണ് യഥാർത്ഥത്തിൽ.
അല്ലെ, മുഹമ്മദ് നബിയുടെ ഒരു ഫോട്ടോ നമ്മൾ ആരും കണ്ടിട്ടില്ല. മുഹമ്മദ് നബിയുടെ ഒരു പ്രതിമ, ഒരു ചിത്രം എവിടെയുമില്ല. എന്തൊരു അത്ഭുതമാണത്! അതിനു മുമ്പും അതിനുശേഷവും ഒരുപാട് മഹാന്മാർ കഴിഞ്ഞുപോയി. ആരുടെയും പ്രതിമയോ മറ്റോ ഇല്ലാത്ത ഒരവസ്ഥയും ഉണ്ടായിട്ടില്ല. എന്നാൽ ഇത് മാത്രം എന്തുകൊണ്ടിങ്ങനെ വേറിട്ട് നിൽക്കുന്നു എന്നത് സവിശേഷം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. എന്തുകൊണ്ടതില്ല എന്നത്. അതിന്റെ ഒന്നാമത്തെ കാരണം, അതില്ലാതിരിക്കാനുള്ള ഒന്നാമത്തെ കാരണം, അതുണ്ടായി കഴിയുന്നതോടുകൂടി ദൈവവിശ്വാസത്തിൽ കളങ്കം ചാർത്തപ്പെടും. ദൈവവിശ്വാസത്തിൽ കളങ്കം ചാർത്തപ്പെടും. കാരണം കഴിഞ്ഞ സംഭവങ്ങളിലൊക്കെ സംഭവിച്ച ഖുർആൻ സൂചിപ്പിക്കുന്ന ഒരു സംഗതിയാണ്, മനുഷ്യനെ ദൈവത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ വന്ന പ്രവാചകന്മാർ പിൽക്കാലഘട്ടത്തിൽ ദിവ്യത്വം ആരോപിക്കപ്പെട്ടവരായിപ്പോയി. അല്ലെ, അവരുടെ പ്രതിമകളോ അല്ലെങ്കിൽ ചിത്രങ്ങളോ മറ്റും വരുന്നതോടുകൂടി, അതിനോടുള്ള ഒരു ആദരവ് വരുന്നതോടുകൂടി അല്ലെ, ആശയങ്ങൾ മരിക്കുകയും വിഗ്രഹങ്ങൾ രൂപപ്പെടുകയും ചെയ്യാം. അല്ലെ, വിഗ്രഹം രൂപപ്പെടുമ്പോൾ ആശയം മരിക്കുന്നു, ആശയം മരിക്കുമ്പോൾ വിഗ്രഹം ജനിക്കുന്നു. ഇതാണ് പലപ്പോഴും സംഭവിക്കുക. അപ്പൊ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ പ്രവാചകന്റെ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു പ്രതിമയുണ്ടെങ്കിൽ ആളുകൾ പിന്നെ എന്ത് ചെയ്യും? ആ ഫോട്ടോ വെച്ച്, ആ പ്രതിമ വെച്ച് അവിടെ അതിനെ ചുറ്റിപ്പറ്റി ആരാധനകളും മറ്റും രൂപപ്പെടുത്തുക എന്നതാണ് സംഭവിക്കുക. അതോടുകൂടി എന്ത് സംഭവിക്കും? വേദങ്ങളിലൂടെ പ്രവാചകന്മാരിലൂടെ ദൈവം പഠിപ്പിച്ച കറകളഞ്ഞ ദൈവവിശ്വാസത്തിൽ കളങ്കം ചേർക്കപ്പെടും. ഇടനിലക്കാരനായിട്ട് അത് മാറും. പക്ഷെ ഇവിടെ അത് സംഭവിക്കാൻ ഒരു ന്യായമില്ല. പ്രവാചകനെപ്പോ 1400 വർഷങ്ങളായി പ്രവാചകന്റെ പ്രതിമയോ ഫോട്ടോ ഒന്നുമില്ല. മാത്രമല്ല അദ്ദേഹത്തെ ആരും ആരാധിക്കുന്നുമില്ല. അതേസമയത്ത് അദ്ദേഹത്തിൽ വിശ്വസിക്കുന്നവരൊക്കെ യഥാർത്ഥത്തിൽ ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്നു. അപ്പോൾ പ്രവാചകന്റെ ഒരു ഏറ്റവും വലിയൊരു സവിശേഷതയായിട്ട് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്, അനുയായികളാൽ ദിവ്യത്വം ആരോപിക്കപ്പെടാതിരിക്കുകയും സ്വയം ദിവ്യത്വം അവകാശപ്പെടാതെയും യഥാർത്ഥ ദൈവത്തിലേക്ക് മനുഷ്യരെ ക്ഷണിക്കുന്നു എന്ന സവിശേഷതയിൽ അതിപ്പോഴും നിലനിൽക്കുന്നത് ഈ ഒരു അവസ്ഥ കൂടി ഉള്ളതുകൊണ്ടാണ്. ഈ 3 കാര്യങ്ങൾ, ഒന്ന് സ്വയം ദിവ്യത്വം അവകാശപ്പെടാതിരിക്കുക, മറ്റൊന്ന് അനുയായികളാൽ ദിവ്യത്വം ആരോപിക്കപ്പെടാതിരിക്കുക, എന്ന് മാത്രമല്ല ദൈവത്തിലേക്ക് വിളിക്കുക. ഈ 3 കാര്യങ്ങളും ഒത്തുചേർന്ന വേറെ ഒരു സൃഷ്ടിയും ഇല്ല എന്നാണ് എൻ്റെ ഒരു പഠനത്തിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത്. നമ്മളിങ്ങനെ ചിന്തിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും. ഈ 3 കാര്യങ്ങളും യോജിച്ചു വരിക. അതിന് ഒരു പ്രധാന കാരണമാണ് രൂപവും ചിത്രങ്ങളും ഒന്നും ഇല്ല എന്നത്. മറ്റൊന്നതിന്റെ കാരണം യഥാർത്ഥത്തിൽ വന്നു കഴിഞ്ഞാൽ ഖുർആനിന്റെ ഒരു പ്രഖ്യാപനമുണ്ട്, ദൈവത്തിന്റെ ഒരു കൽപ്പനയുണ്ട്. പ്രവാചകനെ നിയോഗിച്ചുകൊണ്ട് ദൈവം തന്നെ അറിയിച്ചത് വലാക്കിൻ റസൂലുള്ളാഹി വ ഖാത്തമുൻ നബിയീൻ, എന്നാൽ അദ്ദേഹം ദൈവത്തിന്റെ ദൂതനും പ്രവാചകന്മാരിൽ അന്തിമനുമാണ് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വത്തിന് പരിസമാപ്തി കുറിച്ചു എന്നതാണ്. അതുകൊണ്ട് മനുഷ്യൻ ഇനിയും ദൈവത്തെ വിസ്മരിച്ചുകൊണ്ട് പ്രവാചകനിൽ ദിവ്യത്വം ആരോപിച്ചു കഴിഞ്ഞാൽ ഈ സത്യം പഠിപ്പിക്കാൻ ഇനിയും ഒരു പ്രവാചകനെ നിയോഗിക്കേണ്ടതായിട്ട് കൂടി വരും. പക്ഷെ അന്ത്യപ്രവാചകനായതുകൊണ്ട് ഇനി അത് സംഭവിക്കാൻ പാടില്ല. ദൈവത്തിന്റെ നിശ്ചയം കൂടി അതിലുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുക. ഒരു മതത്തിലും വിശ്വസിക്കാത്ത ഒരാൾ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നു, അദ്ദേഹം മരിച്ചാൽ സ്വർഗത്തിലോ നരകത്തിലോ പോവുക, ഇതൊന്നും സംശയമാണ്. ശശി കെ വടകര. നിസ്വാർത്ഥ സേവനം ചെയ്യുന്നവർ ദൈവവിശ്വാസി അല്ല എന്നതുകൊണ്ട് മാത്രം സ്വർഗം നിഷേധിക്കുന്നത് ദൈവനീതിയാണെങ്കിൽ ദൈവം മനുഷ്യരിൽ നിന്ന് എന്തുതരം സൽക്കർമ്മമാണ് പ്രതീക്ഷിക്കുന്നത്? സ്വർഗം കിട്ടാൻ വേണ്ടി മാത്രം ദൈവാരാധന നടത്തുന്നതിന്റെ പിന്നിൽ സ്വാർത്ഥതയില്ലേ? നിസ്വാർത്ഥ സേവനത്തിനു പിന്നിൽ സ്വാർത്ഥതയുണ്ടെന്ന് കുറ്റപ്പെടുത്തുന്നത് ശരിയാണോ? ദൈവവിശ്വാസം തന്നെ ഇല്ലാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ സ്വർഗം എന്ന ഒരു ഉദ്ദേശം തന്നെ ഇല്ലാത്തതുകൊണ്ട് ആ വ്യക്തിക്ക് അത് നൽകാൻ ന്യായങ്ങൾ യഥാർത്ഥത്തിൽ ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. എന്ന് മാത്രമല്ല, ഈ കർമ്മങ്ങൾ എന്ന് പറയുന്നത് അല്ലെ, ആ ഒരു തലത്തിൽ നിന്നുകൊണ്ട് ഇനി ബാക്കി തലങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ കർമ്മങ്ങൾ എന്ന് പറയുന്നത്, ഇപ്പൊ ദൈവം യഥാർത്ഥത്തിൽ മനുഷ്യന് സ്വർഗം വാഗ്ദാനം ചെയ്തിട്ടുള്ളത് ഓരോ മനുഷ്യനും അവനവന് തോന്നുന്നത് പോലെ എന്തെങ്കിലും ചെയ്യുന്നു എന്നതിന്റെ പേരിലല്ല. ഇപ്പൊ സൽക്കർമ്മങ്ങൾ തന്നെ മനുഷ്യൻ പലരും ചെയ്യാറുള്ളത് ഒന്നുകിൽ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലുമൊക്കെ ചില താല്പര്യങ്ങൾ ഉണ്ടാവും. അങ്ങനെ ഈ ലോകത്ത് തന്നെയുള്ള എന്തെങ്കിലും താല്പര്യമാണ് ചില ആളുകളെ സൽക്കർമ്മങ്ങൾക്ക് പലപ്പോഴും പ്രേരിപ്പിക്കാറുള്ളത്. അത് ഈ ലോകത്ത് അവർ ആ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് നേടുകയും ചെയ്യും. അങ്ങനെ അവർ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അത് ദൈവത്തിങ്കൽ യഥാർത്ഥത്തിൽ പ്രതിഫലാർഹമാകേണ്ടതില്ല. കാരണം അവൻ ഇതൊക്കെ ചെയ്തിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഇവിടെ തന്നെ പലതും നേടാൻ വേണ്ടി, അത് പലപ്പോഴും ആ കർമ്മത്തിലൂടെ ഇവിടെ നേടുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ നിസ്വാർത്ഥം എന്ന് പറയുന്ന ഒരു കർമ്മം ഒരു മനുഷ്യനും ഈ ഭൂമിയിൽ ചെയ്യുന്നില്ല. ഒരു മനുഷ്യൻ സാധാരണ നമ്മൾ പറയും നിഷ്കാമ കർമ്മം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അങ്ങനെ ഒരു കർമ്മം ഇല്ല യഥാർത്ഥത്തിൽ. അഥവാ കർമ്മം ചെയ്യുന്നുവെങ്കിൽ ഒന്നുകിൽ ചില ആളുകളെ കാണാൻ വേണ്ടിയോ, അല്ലെങ്കിൽ ജനങ്ങളുടെ പ്രശംസയ്ക്ക് വേണ്ടിയോ, അല്ലെങ്കിൽ സ്വന്തം മനസാക്ഷിയുടെ തൃപ്തിക്ക് വേണ്ടിയോ, ഇതൊന്നും അല്ലാത്തൊരു കർമ്മവും ഇവിടെയില്ല.
അല്ലെങ്കിൽ പിന്നെ നിർബന്ധിതാവസ്ഥയിലോ. ഒന്നുകിൽ നിർബന്ധിതാവസ്ഥ അല്ലെങ്കിൽ സ്വന്തം മനസാക്ഷിയുടെ താല്പര്യം. അപ്പൊ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾ കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മത്തിന്റെ പിന്നിൽ എനിക്ക് താല്പര്യമുണ്ടെങ്കിലേ ഞാനത് ചെയ്യുള്ളൂ. അതിനെന്താ കാരണം? നിസ്വാർത്ഥ കർമ്മത്തിന്റെ ഒരു പ്രശ്നം അതാണ്. എനിക്ക് താല്പര്യമുണ്ടെങ്കിലേ ഞാനത് ചെയ്യൂ, അല്ലെങ്കിൽ നിർബന്ധിതാവസ്ഥയിലേ ചെയ്യുള്ളൂ. അല്ലാത്ത ഒരാൾ യഥാർത്ഥത്തിൽ വെറുതെ അങ്ങനത്തെ ഒരു കർമ്മം ചെയ്യൂല. അതാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അതിന്റെ പിന്നിൽ എന്തുണ്ട്? യഥാർത്ഥത്തിൽ ഒരു സ്വാർത്ഥത നിലനിൽക്കുന്നുണ്ട് എന്നതാണ്. ഇതിനെന്താക്കേണ്ടതുണ്ട്? സ്വന്തം സ്വാർത്ഥതയെ മാറ്റിവെച്ചുകൊണ്ട്, സ്വന്തം ഇച്ഛയെ മാറ്റിവെച്ചുകൊണ്ട് ദൈവത്തിന്റെ ഇച്ഛയെ പരിഗണിക്കുക. ഇതാ ദൈവം ആവശ്യപ്പെടുന്നത്. അപ്പൊ കർമ്മം എന്തായിട്ട് മാറുന്നതുണ്ട്? ദൈവേച്ഛയ്ക്ക് വിധേയമാക്കണം. അപ്പോഴാണ് ദൈവത്തിന്റെ പ്രതിഫലം ഉണ്ടാവുക. മറ്റത് നിസ്വാർത്ഥമാണെന്ന് പറഞ്ഞാൽ പോലും അല്പസംതൃപ്തി എന്ന സ്വാർത്ഥതയില്ലാത്ത ഒരു കർമ്മവും ഇവിടെ നിർബന്ധിതാവസ്ഥയിലല്ലാതെ ഇല്ല എന്നുള്ള വസ്തുത കൂടി ചേർത്ത് വായിക്കുമ്പോൾ നമുക്കങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുക. പിന്നെ മറ്റൊന്ന്, സ്വർഗം കിട്ടാൻ വേണ്ടി മാത്രം ദൈവാരാധന നടത്തുന്നത് സ്വാർത്ഥത, അതിൽ ഒരു സ്വാർത്ഥതയില്ലേന്നാണ്. സ്വർഗം കിട്ടാൻ വേണ്ടി മാത്രമുള്ള, യഥാർത്ഥത്തിൽ ദൈവാരാധന എന്ന തലത്തിൽ അതിന് ഒതുക്കുമ്പോഴുണ്ടാകുന്ന ചില പ്രശ്നങ്ങളുണ്ട്. ദൈവം സ്വർഗം വാഗ്ദാനം ചെയ്തിട്ടുള്ളത് ദൈവാരാധന നടത്തുന്നവർക്കല്ല. ഇപ്പൊ ഖുർആനിലെ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, ഫവൈലുൽ മുസല്ലീൻ, നമസ്കാരക്കാർക്ക് നാശമാണ്. നമസ്കാരം ഒരു ആരാധനയാണ്, പക്ഷെ നമസ്കരിക്കുന്നവർക്ക് നാശമാണ്. എന്താ കാരണം? അവർ യഥാർത്ഥത്തിൽ ചെറിയ ചെറിയ ഉപകാരങ്ങൾ വരെ തടയുന്നവരാണ്. അവർ ജനങ്ങൾ കാണിക്കാൻ വേണ്ടി ആരാധന മനസ്സിലില്ല. ചില അനുഷ്ഠാനങ്ങളും ആചാരങ്ങളൊക്കെ ആയതുകൊണ്ട് അങ്ങനെയല്ല. അതിലൂടെ ആരാധനകൾ സംസ്കരണത്തിനുള്ള മാർഗമാണ്. അതിലൂടെ കർമ്മ സംസ്കരണത്തിലാണ് പോകുന്നത്. അതിലൂടെ കർമ്മ സംസ്കരണത്തിലാണ് യഥാർത്ഥത്തിൽ സ്വർഗം എന്ന് പറയുന്നത്. അത് സ്വർഗം അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരു പ്രസംഗ സമ്മാനമാണ്. ഒരു വിശ്വാസത്തെ ലക്ഷ്യം ദൈവത്തിന്റെ തൃപ്തിയാണ്. അവൻ 5 ലക്ഷം ദൈവത്തിന്റെ തൃപ്തിയാണ്. ആ തൃപ്തിക്ക് ദൈവം നൽകുന്ന അതിന്റെ പ്രസംഗമാണ് സ്വർഗം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ലക്ഷ്യം എന്താണ്? സൃഷ്ടിച്ച ദൈവത്തിന്റെ പ്രീതി അല്ലെ? അത് യഥാർത്ഥത്തിൽ മനുഷ്യത്വത്തിന്റെ ഒരു താല്പര്യമല്ലേ? അല്ലെ? നമ്മളുടെ മാതാപിതാക്കളോടുള്ള നമ്മളുടെ ആ ഒരു അവരെ തൃപ്തിപ്പെടുത്താൻ അല്ലെങ്കിൽ അവരോട് നല്ല രീതിയിൽ പെരുമാറാനൊക്കെ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ്? അത് സ്വാർത്ഥതയാണ്. കാരണം നമ്മളെ പോറ്റി വളർത്തിയ, നമ്മളെ തീറ്റിപ്പോറ്റിയ അവരോട് ഒരു സ്നേഹം കാണിക്കുക, അവരുടെ പ്രീതിക്ക് വേണ്ടി അല്ലെ നമ്മൾ അവരോട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ സ്വാർത്ഥത. അതൊരു മാനുഷിക മൂല്യമാണ്, ഗുണമാണ്. എന്നതുപോലെ എല്ലാം നൽകിയ, നമ്മളെ സൃഷ്ടിച്ച ദൈവത്തിന്റെ തൃപ്തിക്ക് വേണ്ടി പണിയെടുക്കൽ യഥാർത്ഥത്തിൽ എന്താണ്? ഒരു ഉയർന്ന മാനുഷിക മൂല്യമാണ് യഥാർത്ഥത്തിൽ. അതാണ്, അങ്ങനെ ആവുമ്പോഴാണ് യഥാർത്ഥത്തിൽ സ്വർഗം ദൈവം വാഗ്ദാനം ചെയ്തിട്ടുള്ളത് എന്നാണ് പ്രവാചകന്മാർ പഠിപ്പിച്ചതനുസരിച്ച് മനസ്സിലാക്കാൻ കഴിയുക. മതത്തിന്റെ ആധിക്യം നമ്മുടെ നാട്ടിൽ ധാരാളമുണ്ട്. എല്ലാ മതങ്ങളും മനുഷ്യ നന്മയ്ക്ക് വേണ്ടി ഉത്ബോധനങ്ങൾ നടത്തുന്നു. ഞാനൊന്ന് ചോദിക്കട്ടെ, സ്വർഗത്തെപ്പറ്റി നരകത്തെപ്പറ്റി പറയുന്ന മതങ്ങൾ ആളുകളെ പേടിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്? അവിടെ അങ്ങനെയുണ്ട്, ഇവിടെ ഇങ്ങനെയുണ്ട്, അതുകൊണ്ട് ഞാൻ പറയുന്നത് കേട്ട് നടന്നു. മഹാകവി ജി ശങ്കരക്കുറുപ്പ് പറഞ്ഞു, പോയതിൽ പിന്നീട് ആരും തിരിച്ചു വന്നില്ലെങ്കിൽ അവിടെ നരകമോ നരകമോ എന്ന് നമ്മോട് പറയാൻ, മരിച്ചു പോയതിനു ശേഷം അവിടെ നരകമാണോ സ്വർഗമാണോ എന്ന് പറയാൻ ഒരൊറ്റ കുട്ടി തിരിച്ചു വന്നിട്ടില്ല. ഇതൊക്കെ ഗസ്സിങ് ഓൺലി നാം വിഭാവനം കാണുന്നു. പക്ഷെ അതിന്റെ പരമായ പൊരുളെന്താണ് എന്ന് വെച്ചാൽ ഞാൻ ഊഹിക്കട്ടെ, നല്ലതുപോലെ നടക്കണം, അത് ആവശ്യമാണ്. പക്ഷെ അതിലൂടെ കൂടുതൽ കുട്ടിയെ പഠിപ്പിച്ചാലോ മന്ദബുദ്ധിക്കാരനാവും. പ്രായോഗികമായി വിടുന്നതാവും ശരി. മതങ്ങൾ നല്ലതാണ്, അത് നിന്റെ ആത്മീയ രക്ഷയ്ക്കും ഇതിന്റെ മാനസിക സുഖത്തിനും വിനിയോഗിച്ചുകൊള്ളൂ. അതല്ലാതെ മറ്റവരോട് മത്സരിക്കാൻ, മറ്റേ മതക്കാരനെ കശാപ്പ് ചെയ്യാൻ നീ ഇറങ്ങിത്തിരിക്കരുതേ എന്നതല്ലേ ഈ കാലഘട്ടത്തിന്റെ ആഹ്വാനം എന്ന് ചോദിക്കാൻ എനിക്ക് തോന്നിപ്പോകുന്നു. യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ തന്നെ നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ, സ്വർഗം അല്ലെങ്കിൽ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്നതിന് യഥാർത്ഥത്തിൽ തെളിവുകളില്ലേ? യഥാർത്ഥത്തിൽ അതിന് തെളിവുകൾ ഈ ലോകത്ത് തന്നെ ഇല്ല. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, അതിന്റെ സാധ്യതയ്ക്കുള്ള തെളിവ് എന്തായാലും നമുക്ക് കാണാൻ പറ്റും. എന്നാൽ അതിന് യഥാർത്ഥത്തിലുള്ള തെളിവെന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സത്യസന്ധരായ പ്രവാചകന്മാരുടെ സാക്ഷ്യം മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്നതിന്റെ തെളിവാണ്. ചില കാര്യങ്ങൾ നമ്മൾ പോയി കണ്ടില്ലെങ്കിലും ചിലത് വിശ്വസിക്കേണ്ടി വരും, അംഗീകരിക്കേണ്ടി വരും. അതൊരു ഉദാഹരണത്തിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു. ഇപ്പോൾ നമ്മളുടെ അധ്യക്ഷൻ, ഒരു ഉദാഹരണം, ഒരു സാങ്കല്പികമായിട്ടൊരു ഉദാഹരണം പറയാം. അദ്ദേഹം വളരെ സത്യസന്ധനായ, നന്മയ്ക്കും സത്യത്തിനും ധർമ്മത്തിനും വേണ്ടി ജീവൻ വരെ അർപ്പിക്കാൻ സന്നദ്ധനാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് സങ്കല്പിക്കുക. ഒരു ദിവസം ഞാൻ അദ്ദേഹത്തിന്റെ മുമ്പിലൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് അദ്ദേഹം എന്നോട് പറയുന്നു, സഹോദരൻ, നിങ്ങൾ ഈ വഴിക്ക് പോരുത്, ഇങ്ങനെ പോയാൽ അപകടമുണ്ട്, നിങ്ങൾ പോകേണ്ടത് ഈ വഴിക്കാണ് എന്ന് അദ്ദേഹം പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം?
ഇല്ല, അവിടെ അങ്ങനെ ഒരു അപകടമുണ്ട് എന്ന് ഞാൻ പോയി കണ്ടിട്ടില്ല. പക്ഷെ അദ്ദേഹം പറയണം അവിടെ ഒരു അപകടമുണ്ട്, അങ്ങോട്ട് പോകരുത്, ഈ വഴിക്കാണ് പോകേണ്ടത്. അപ്പോൾ സാമാന്യ ബുദ്ധിയുള്ള ഏതൊരാൾ എന്താ ചെയ്യുക? ആ വഴിക്ക് പോവാതെ അദ്ദേഹം പറഞ്ഞതുപോലെ തിരിഞ്ഞു നടക്കുന്നു. എന്താ കാരണം? അവിടെ ഒരു അപകടമുണ്ടെന്ന് അദ്ദേഹം അറിഞ്ഞിട്ടുണ്ട്. അത് ശരിയാണെന്നതിന്റെ തെളിവ് എന്താണ്? അദ്ദേഹം സത്യസന്ധനാണെന്നുള്ളതാണ്. വേറൊരു വ്യക്തി ഇടയ്ക്കിടയ്ക്ക് കളവൊക്കെ പറയുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ എനിക്ക് സംശയിക്കാവുന്നതാണ്. പക്ഷെ അങ്ങനെയല്ല, സത്യസന്ധനാണ്, ധർമ്മിഷ്ഠനാണ് എന്നതുകൊണ്ട് സംശയിക്കേണ്ടതില്ല. അതുകൊണ്ട് അവിടെ ഒരു അപകടമുണ്ടെന്നതിന്റെ തെളിവ് ഇദ്ദേഹത്തിന്റെ സാക്ഷ്യമാണ്. അത് ഞാൻ പോയി കണ്ട അപകടത്തിൽ ചാടേണ്ടതില്ല എന്നതുപോലെ മനുഷ്യ സമൂഹത്തിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാർ അവർ ജീവിതത്തിൽ നുണ പറഞ്ഞിട്ടില്ലാത്ത, സത്യത്തിനും ധർമ്മത്തിനും നന്മയ്ക്കും വേണ്ടി ജീവൻ അർപ്പിച്ചവരാണ്. അവരാണ് മനുഷ്യരോട് പറഞ്ഞത് എന്ത്? മനുഷ്യരെ, നിങ്ങൾ ഈ വഴിക്ക് പോകരുത്, ഇങ്ങനെ പോയാൽ നരകമുണ്ട്, നിങ്ങൾ പോകേണ്ടത് ഈ വഴിക്കാണ്. അതിനർത്ഥം നമ്മളറിയാത്ത ഏതോ വഴിയിലൂടെ ഇങ്ങനെ പോയാൽ അപകടമുണ്ട് എന്ന് അവരറിഞ്ഞിട്ടുണ്ട്. നമ്മളറിയാത്ത ഏതോ വഴിയിലൂടെ അപകടമുണ്ട് നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അവിടെ പോയത് അനുഭവിക്കേണ്ടതില്ല. സത്യസന്ധരായ ഈ പ്രവാചകന്മാരുടെ സാക്ഷ്യമാണ് മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്നതിന്റെ യഥാർത്ഥത്തിലുള്ള തെളിവ്. അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ വന്ന 1,000-ൽ പരം പ്രവാചകന്മാരൊക്കെ കൂട്ടമായി നുണ എന്തിനു പറയണം? എല്ലാ വേദങ്ങളും അത് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. എന്തിനാണ് പ്രവാചകന്മാരൊക്കെ ഈ നുണ ആവർത്തിച്ച് സമൂഹത്തോട് പറഞ്ഞത് എന്നു മാത്രമല്ല, ഒന്നുകൂടി അതിനോട് ചേർത്ത് പറഞ്ഞാൽ, ഉദാഹരണം പറഞ്ഞാൽ, അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി മക്കയിൽ വരുന്ന സമയത്ത് അറേബ്യൻ സമൂഹത്തെക്കുറിച്ച് പൊതുവെ കാട്ടറബികൾ എന്ന് പറയാറുണ്ട്. എന്നുവെച്ചാൽ അപരിഷ്കൃതരായ ഒരു സമൂഹം. എത്രത്തോളം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നക്തരായിക്കൊണ്ട് അവർ കഅബാലയത്തിന് ചുറ്റും ഇങ്ങനെ പ്രദക്ഷിണം ചെയ്യുമായിരുന്നു. അവർ മദ്യപാനികളും വ്യഭിചാരികളും ചൂതാട്ടക്കാരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിദ്വേഷവും അക്രമവും ചെയ്തുകൊണ്ടിരുന്ന ആളുകളായിരുന്നു. ആ സമൂഹത്തിലേക്ക് പ്രവാചകൻ കടന്നു വന്നുകൊണ്ട് 3 കാര്യങ്ങൾ പറയുന്നു. 3 കാര്യങ്ങളാണ് ആ പ്രവാചകൻ സമൂഹത്തോട് പറയുന്നത്. ആ കാര്യങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, ഈ പ്രപഞ്ചത്തൊക്കെ സൃഷ്ടിച്ച ഒരു ദൈവത്തെക്കുറിച്ച്. രണ്ടാമത് പറഞ്ഞത്, ആ ദൈവത്തിൽ നിന്ന് അയച്ച ഒരുപാട് പ്രവാചകന്മാരിൽ അവസാനത്തെ പ്രവാചകനാണ് ഞാൻ. മൂന്നാമത് പറഞ്ഞത്, ഈ ലോക ജീവിതം നശ്വരമാണ്, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്. ഈ പറയുന്ന കാര്യങ്ങൾ ഇല്ലാത്തതാണെങ്കിൽ ആ കാലഘട്ടത്തിൽ സ്വന്തം ജനതയോട് ഏറ്റവും കൂടുതൽ കളവ് പറഞ്ഞ മനുഷ്യൻ മുഹമ്മദ് നബി ആവൂലേ? ഇതൊക്കെ ഇല്ലാത്തതാണെങ്കിൽ, മരിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു ജീവിതം ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ദൈവമില്ലെങ്കിൽ, ഇതൊക്കെ ഒരു കളവാണല്ലോ. അപ്പൊ അധർമ്മം നിറഞ്ഞ ഒരു സമൂഹത്തിൽ വന്നുകൊണ്ട് നിരന്തരം പച്ചക്കളവ് പറഞ്ഞുകൊണ്ട് തിന്മയിൽ നിന്ന് നന്മയിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ, നമ്മളുടെ കുട്ടികൾ കളവ് പറയുമ്പോൾ കളവ് പറയരുത് എന്ന് പറയുന്നതിന് എന്തർത്ഥമാണുള്ളത്? കളവിലൂടെ നന്മ സാധിക്കാമെങ്കിൽ, നുണയിലൂടെ നന്മ സാധിക്കാമെങ്കിൽ. പക്ഷെ നമ്മളുടെ മനസാക്ഷി പറയുന്നത് സാധ്യമല്ല എന്നാണ്. എങ്കിൽ യഥാർത്ഥത്തിൽ പ്രവാചകന്മാർ പറഞ്ഞതൊക്കെ സത്യമായിരുന്നു എന്നതിന്റെ തെളിവ്, പ്രവാചകന്മാരിലൂടെ ഈ സത്യം ജനങ്ങൾ ഉൾക്കൊണ്ടപ്പോൾ അവിടെ അധർമ്മം പോയി ധർമ്മം സ്ഥാപിക്കപ്പെട്ടു എന്നതാണ്. തിന്മ പോയി നന്മ സ്ഥാപിക്കപ്പെട്ടു എന്നതാണ്. തത്വം സത്യമാണെങ്കിൽ പ്രയോഗം നന്മയാവുക എന്ന തത്വമനുസരിച്ച് പ്രവാചകന്മാരുടെ തത്വം പ്രയോഗിച്ചപ്പോഴൊക്കെ നന്മയുണ്ടായി എന്നതുകൊണ്ട് അതൊക്കെ സത്യമാണ് എന്നതിന് അത് പോരെ തെളിവ്. തൽക്കാലം നിർത്തുകയാണ്. ഇതിൻ്റെ തുടർച്ചകൾ മറ്റു പല സ്വഭാവത്തിലുമൊക്കെയായി ഇനിയും ഉണ്ടാവേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഏതായാലും അവസാനം സൂചിപ്പിക്കാനുള്ളത്, മനുഷ്യരെന്ന നിലയ്ക്ക് നമ്മളെക്കുറിച്ച് കാര്യഗൗരവത്തിൽ തന്നെ ചിന്തിക്കേണ്ടതുണ്ട്. മാതാവിൻ്റെ ഗർഭാശയത്തിൽ നിന്ന് ഏതാനും രക്തത്തുള്ളികളോടൊപ്പം ജനിച്ചു വീഴുമ്പോൾ നമ്മളുടെയൊക്കെ കൂടപ്പിറപ്പായി മറുപിള്ളയുമുണ്ടായിരുന്നു കൂടെ, മറുകുട്ടിയുമുണ്ടായിരുന്നു കൂടെ. ആ മറുപിള്ളയെ ഉത്തരവാദപ്പെട്ട ആളുകൾ അന്ന് തന്നെ എടുത്ത് മണ്ണിൽ കുഴിച്ചു മൂടി. നമ്മുടെ കൂടപ്പിറപ്പായിരുന്ന ആ മറുകുട്ടി മണ്ണിൽ ചേർന്നില്ലാതായിപ്പോയി. ആ മറുപിള്ളയുടെ കൂടെ പിറന്ന ഞാനും നിങ്ങളും പക്ഷേ ധർമാധർമ്മ ബോധത്തോടുകൂടി കർമ്മം ചെയ്യാൻ കഴിയുന്ന ഈ ഭൂമിയിൽ ഇതാ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ജീവിതമെന്ന കാലയളവ് എന്തിന് ദൈവം നമുക്ക് നൽകി? ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരിക്കുകയും മറുപിള്ളയെ അന്ന് ഉത്തരവാദപ്പെട്ട ആളുകൾ മണ്ണിൽ വെച്ചതുപോലെ നമ്മളുടെ ജഡത്തെ മണ്ണിൽ വയ്ക്കുകയും മറുപിള്ള മണ്ണിൽ ചേർന്നില്ലാതായതുപോലെ നമ്മളും മണ്ണിൽ ചേർന്ന് അങ്ങോട്ട് ഇല്ലാതാവാൻ മാത്രം നിസ്സാരമാണോ നമ്മളുടെ ജന്മം? വഴിയോരത്ത് പൊട്ടിമുളയ്ക്കുന്ന ഒരു തകര പോലെ നിസ്സാരമാണോ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന്റെ ജനനം? മാതാവിന്റെ മൂത്രാശയത്തിൽ നിന്നും മലാശയത്തിൽ നിന്നും പുറത്തു വരുന്ന വിസർജ്യങ്ങളെ പോലെ നിസ്സാരമാണോ മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തു വരുന്ന ഒരു മനുഷ്യന്റെ
ജന്മം. അതിനപ്പുറം അതിന് വിലയുണ്ടെങ്കിൽ ആ വിലയുടെ മാനദണ്ഡം അത് യഥാർത്ഥത്തിൽ കാര്യഗൗരവത്തിൽ തന്നെ നമ്മൾ പഠിക്കേണ്ടതും ചിന്തിക്കേണ്ടതുമല്ലേ? സത്യസന്ധരായ പ്രവാചകന്മാരിലൂടെ ദൈവമനുഷ്യനെ അറിയിച്ചത് മറ്റ് ചരാചരങ്ങളിൽ നിങ്ങൾ ഒരുപാട് ഭിന്നരാണ്. അവരിവിടെ ആയുധങ്ങൾ ഉണ്ടാക്കുന്നില്ല, ആദർശങ്ങൾ ഉണ്ടാക്കുന്നില്ല. അവരിവിടെ ജീവിച്ചു എന്നതിന്റെ പേരിൽ പ്രകൃതിയിൽ പ്രത്യേകിച്ച് ഒരു ദുരന്തങ്ങൾ ഉണ്ടാകുന്നില്ല. മനുഷ്യൻ പക്ഷേ ഇവിടെ ആയുധങ്ങൾ ഉണ്ടാക്കുന്നു, മതങ്ങൾ ഉണ്ടാക്കുന്നു, ആദർശങ്ങൾ ഉണ്ടാക്കുന്നു. അത് പിൻപറ്റുന്നതിന്റെ ഫലമായി നന്മയാകട്ടെ തിന്മയാകട്ടെ തലമുറകളോളം നിലനിൽക്കുകയാണ്. എന്നിരിക്കെ പക്ഷിമൃഗാദികൾ ചത്ത് മണ്ണോട് ചേരുന്നത് പോലെ ഈ മനുഷ്യനും മണ്ണോട് ചത്ത് ചേർന്നില്ലാതായി തീരുകയാണോ ചെയ്യേണ്ടത്? നീതിബോധത്തിന്റെ ധർമ്മബോധത്തിന്റെ തേട്ടമനുസരിച്ച് ജീവിത കഥയ്ക്ക് പൂർണ്ണതയുണ്ടാവണമെങ്കിൽ തീർച്ചയായും അങ്ങനെ പോരാ എന്ന് തന്നെ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നു. പ്രവാചകന്മാരിലൂടെ മനുഷ്യനെ ദൈവം അറിയിച്ചിട്ടുണ്ട്, ഈ ലോക ജീവിതം നശ്വരമാണ്. അനശ്വരമായ ഒരു ജീവിതം വരാനിരിക്കുന്നു, സ്വർഗവും നരകവും വരാനിരിക്കുന്നു. എല്ലാ വേദങ്ങളും എല്ലാ പ്രവാചകന്മാരും അത് സാക്ഷ്യപ്പെടുത്തിയ ഒരു സത്യമാണ്. എന്നിരിക്കെ ആ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഒരിക്കൽ പ്രവാചകൻ പറയുകയുണ്ടായി, ഉറക്കം എന്ന് പറയുന്നത് മരണത്തിന്റെ സഹോദരനാണ്, സാമ്പിളാണ്. ഉറങ്ങിക്കിടക്കുന്ന സമയം എത്രയായി എന്ന് നമ്മൾ അറിയുന്നില്ല, ജീവിച്ചിരിക്കുന്നുണ്ടോ എന്നറിയുന്നില്ല, എവിടെ കിടക്കുന്നു എന്നറിയുന്നില്ല, അർദ്ധമരണം എന്ന് പറയാവുന്ന അവസ്ഥ. അങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് വാതിലൊക്കെ കുട്ടിയടച്ച് സുഖമായി കിടന്നുറങ്ങുമ്പോൾ ചില സമയത്ത് നമ്മൾ സ്വപ്നം കാണുകയാണ്. വളരെ മനോഹരമായ സ്വപ്നം കാണുന്ന വിമാനത്തിലൊക്കെ യാത്ര പോകുന്നത് അനുഭവപ്പെടും. പക്ഷെ ആ സമയത്ത് കിടന്ന ശരീരം അവിടെ തന്നെ കിടക്കുകയാണ്, അതിനെക്കുറിച്ച് നമ്മൾ അറിയുന്നേയില്ല. ചിലപ്പോൾ പുലി പിടിക്കാൻ വരുന്നതും രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ഓടുന്നതും നമ്മൾ സ്വപ്നം കാണുമ്പോൾ കിടന്ന ശരീരം അവിടെ തന്നെ കിടക്കുകയാണ്. പക്ഷെ നമ്മൾ പുലിയുടെ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഓടുകയാണ്. നമ്മൾ കിടന്നിടത്തില്ല, നമ്മൾ മറ്റൊരിടത്താണ് എന്ന് പറഞ്ഞാൽ നമ്മൾ മരിച്ചാൽ നമ്മുടെ ശരീരത്തെ മണ്ണിൽ വെച്ചാലും ആത്മാവയഥാർത്ഥത്തിൽ പിടിക്കപ്പെടുന്നു. ആത്മാവയഥാർത്ഥത്തിൽ തന്നെ പിടിക്കപ്പെടുന്നു, ദൈവത്തിന്റെ അടുക്കൽ പിടിക്കപ്പെടുന്നു. അങ്ങനെ മനുഷ്യൻ യഥാർത്ഥത്തിൽ ചെയ്ത കർമ്മങ്ങൾക്കനുസരിച്ച് അന്ത്യനാൾ വരുന്നത് വരെയുള്ള സമയത്ത് ഖബർ ജീവിതം എന്ന ബർസഖി ജീവിതം എന്ന ഒരു ജീവിതത്തെ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. അവൻ ചെയ്ത കർമ്മങ്ങൾക്കനുസരിച്ച് രക്ഷാശിക്ഷകൾ അനുഭവിക്കുന്ന ഒരവസ്ഥ ഈ സ്വഭാവത്തിലുണ്ട് എന്നാണ്. അതിനുശേഷം ലോകം അവസാനിക്കുമെന്നും സൂര്യൻ കെട്ടുപോകുന്ന, സമുദ്രം ആളിക്കത്തുന്ന, പർവ്വതങ്ങളെല്ലാം കടപുഴകി ഭംഗിക്കെട്ടുകൾ പോലെ പറന്നു പോകുന്ന, പ്രപഞ്ചഘടമെല്ലാം മുഴുവൻ അട്ടിമറിക്കപ്പെട്ട് ദൈവത്തിന്റെ ഒരു ആഹ്വാനം ഉണ്ടാകുമ്പോൾ ധർമ്മവും അധർമ്മവും ചെയ്ത മുഴുവൻ മനുഷ്യരും ഒരുമിച്ച് കൂട്ടി അവരെല്ലാം അവരുടെ കബറിടങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് ശരീരവും ആത്മാവും കൂട്ടിയോജിക്കപ്പെടുന്ന, ഞാനായിട്ടും നിങ്ങൾ നിങ്ങളായിട്ടും പുനഃസൃഷ്ടിക്കപ്പെടുന്ന, വരണ്ടു കിടക്കുന്ന ഭൂമിയിൽ പുതുമഴ പെയ്യുമ്പോൾ ജീവന്റെ തുടിപ്പുകളില്ലാത്ത ഇടത്ത് സസ്യലതാദികൾ പൊട്ടിമുളയ്ക്കുന്നത് പോലെ മുഴുവൻ മനുഷ്യരും യഥാർത്ഥത്തിൽ വീണ്ടും ഉയർത്തെഴുന്നേൽക്കുമെന്നാണ്, അവൻ പുനഃസൃഷ്ടിക്കപ്പെടുമെന്നാണ്. അങ്ങനെ ഓരോ മനുഷ്യനും ചെയ്ത കർമ്മങ്ങൾ ദൈവത്തിന്റെ കോടതിയിൽ ഹാജരാക്കപ്പെടുകയും അവിടെ വിചാരണ നടക്കുകയും ആ വിചാരണയിൽ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്, ഫമൽ മിസ്കാലതറത്തിന് ഹൈറയ്യറ, ആരണുമണി തൂക്കം നന്മ ചെയ്തോ അതവൻ അന്ന് കാണും. ഫമൽ മിസ്കാലതറത്തിന് ഷർറയ്യറ, ആരണുമണി തൂക്കം തിന്മ ചെയ്തിട്ടുണ്ടോ അതവനും അന്ന് കാണും. സത്യസന്ധരായ പ്രവാചകന്മാരിലൂടെ പഠിപ്പിക്കപ്പെട്ട ഇത് ഒരു യാഥാർത്ഥ്യമാണെന്നിരിക്കെ ഇതിനോട് ഒരു ലാഘവ ബുദ്ധി കാണിക്കലാണോ യഥാർത്ഥ ബുദ്ധി? ഇതിനോട് ഗൗരവതരമായ ഒരു സമീപനം സ്വീകരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ വിഷയത്തിൽ കാര്യഗൗരവത്തിലുള്ള പഠനം നടത്തേണ്ടതുണ്ട്. ഇഹപര മോക്ഷം നമ്മളുടെ ലക്ഷ്യമാണ്. അത് നമുക്ക് ലഭ്യമാകണമെങ്കിലുള്ള മാർഗം ഇങ്ങനെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് കാര്യഗൗരവത്തിൽ പഠിക്കണമെന്ന് മാത്രം ഈ സന്ദർഭത്തിൽ പ്രിയ സഹോദരീ സഹോദരങ്ങളെ ഉത്ബോധിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ദൈവം തമ്പുരാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവർക്കും നന്ദി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡയലോഗ് സെന്റർ എന്ന പേരിൽ മതവും മനുഷ്യനും എന്ന വിഷയം അധിഷ്ഠിതമായി ഇവിടെ സംഘടിപ്പിച്ച ഇതിൽ സന്നിധരായ എല്ലാവരെയും ഹൃദയത്തിൻ്റെ നന്ദി അറിയിക്കുകയാണ്.